ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് പ്രിയ സഹോദരൻ ടിജു ഏനാത്താണ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ തൻ്റെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ജോയിസ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ബ്രദറെ, സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. മരണത്തിൻ്റെതായ വലിയൊരവസ്ഥയിൽ നിന്ന് കർത്താവ് ഒരു രണ്ടാം ജന്മം തന്ന് നിർത്തിയിരിക്കുകയാണ്. അത് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീവിതാനുഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സാക്ഷ്യം പറയുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയാട്ട്, ദൈവകൃപയിൽ നിറച്ചാട്ട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ ഇരുത്തിയാട്ട്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രിയ ബ്രദറെ, കർത്താവ് വിടുവിച്ച വിധങ്ങളും വഴികളും മരണത്തിൽ നിന്ന് കർത്താവ് രണ്ടാം ജന്മം തന്നതൊക്കെ പ്രിയ ബ്രദറിന് ഷെയർ ചെയ്യാം. അതിനായുള്ള സമയം ഇപ്പോൾ വേർതിരിച്ചു തരികയാണ്. ആമേൻ. സ്തോത്രം. സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയിസ് ടി വിയിലൂടെ എന്നെ സുഹൃത്തുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നല്ലവനായ യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കും. യേശു വലിയവൻ, അത്ഭുതം ചെയ്യുന്നു, ഇന്നും ജീവിക്കുന്നു. നമ്മുടെ കർത്താവിനെ കൊണ്ട് അസാധ്യമായി ഒന്നുമില്ല. യേശുവിനെ കൊണ്ട് കഴിയാത്ത യാതൊരു പ്രശ്നങ്ങളിൽ യേശു എല്ലാത്തിനും മതിയായ ദൈവം. ആ ദൈവത്തെ രുചിച്ചറിയുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം. യേശു വലിയവൻ, യേശു അത്ഭുതം ചെയ്യുന്നവൻ എന്ന് ഒരിക്കൽ കൂടെ ഈ ജോയിസ് ടി വിയിൽ അറിയിക്കുന്നതിൽ ഞാൻ സന്തോഷവാൻ. കാരണം ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലും. എന്തുകൊണ്ടെന്നറിയാം? യഹോവയെ രുചിച്ചറിഞ്ഞ ഒരു ഭക്തൻ ആ കർത്താവിനെ സ്തുതിക്കാതിരിക്കില്ല. കാരണം ജീവിതത്തിൽ വിടുതൽ തന്നത്, ജീവിതത്തിൽ നന്മ തന്നത്, ജീവിതത്തിൽ ഉയർച്ച തന്നത് യേശു കർത്താവാണ്. ആ യേശു കർത്താവിനെ ജീവനുള്ള കാലത്തും ആ യേശു കർത്താവിനെ ഉയർത്തും. അതിന് യാതൊരുവിധ മടിയും. എന്റെ ജീവിതത്തിൽ വളരെയധികം അത്ഭുതകരമായ ഒരു ദൈവിക പ്രവൃത്തി കർത്താവ് ചെയ്തു. അത് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. യേശു വലിയവൻ, അത്ഭുതം ചെയ്യുന്നു. 2023 ജനുവരി മാസം മുതൽ തുടങ്ങിയ പ്രശ്നം ഇന്ന് 2024 ജൂൺ മാസം 18-ാം തീയതി. കഴിഞ്ഞ വർഷം ഇതേ സമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരണത്തോട് മല്ലടിച്ച് കിടന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഈ ജോയിസ് ടി വിയിൽ കടന്നു വരണം എന്നുള്ളതും നിങ്ങളോട് എൻ്റെ ടെസ്റ്റിമണി അറിയിക്കണം എന്നുള്ളതും ദൈവിക പദ്ധതി ആയതുകൊണ്ട് ദൈവം എനിക്കൊരു പുനർജന്മം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ എൻ്റെ സാക്ഷ്യവുമായി എൻ്റെ അനുഭവങ്ങളുമായി നിൽപ്പാൻ കർത്താവ് ഇടയാക്കി. എൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ ഏനാത്ത് എന്ന് പറഞ്ഞ ആ ചെറിയ ഗ്രാമത്തിലാണ്. എൻ്റെ പിതാവിന്റെ പേര് വി.ഡി. സോളമൻ, മമ്മി റോസമ്മ. എനിക്ക് സഹോദരനുണ്ട്, ഇളയ സഹോദരൻ ടിജോ. എൻ്റെ പേര് ടിജു. ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു കുടുംബം. പപ്പ ആത്മീയ പ്രവർത്തന മേഖലകളിൽ ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിയാണ്. ഒത്തിരി കർത്താവിന് വേണ്ടി 18-ാമത്തെ വയസ്സ് മുതൽ സുവിശേഷ പ്രഭാഷകനായി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം കർത്താവിനെ സത്യത്തിലും സത്യസന്ധമായി ഒരു കലർപ്പും ചേർക്കാതെ യേശുവിനെ പ്രസ്താവിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മൂത്ത മകനാണ്. പക്ഷെ പിതാവ് സുവിശേഷകൻ ആയതുകൊണ്ട് മകൻ സുവിശേഷകൻ ആകണം എന്നില്ല. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയുള്ളവരെ ദൈവം കൊണ്ടുവരിക തന്നെ ചെയ്യും. ദൈവീക തെരഞ്ഞെടുപ്പുള്ളവരെ ദൈവം കൊണ്ടുവരും. എത്രയൊക്കെ ഒഴിഞ്ഞു മാറിയിരുന്നാലും ദൈവം
കൊണ്ടുവരും. ദൈവത്തിനറിയാം എങ്ങനെ തുടങ്ങണം. നാം വിളിച്ചാൽ ബാ മോനെ, യേശു വലിയവനാണ്, യേശു അത്ഭുതം ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ വലിയവനാണെന്ന് തെളിയിച്ചുകൊണ്ട് ഈ കർത്താവിങ്കലേക്ക് ദൈവം കൊണ്ടുവരും. ആ യേശു ഇന്നും ജീവിക്കും. ഞാന് ചെറിയ പ്രായം തൊട്ടേ എൻ്റെ പിതാവ് ഞങ്ങളെ ഓമനിച്ചു വളർത്തി. ഞങ്ങളെ പഠിപ്പിക്കുവാൻ പിതാവ് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ മാറി താമസിച്ചിട്ടുണ്ട്. ആത്മീയ പ്രവർത്തന മേഖലകളുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിൽ കടന്നു പോവുകയും പല സ്ഥലങ്ങളിൽ ഞാൻ ടോട്ടലി പഠിച്ചത് 5 സ്കൂളുകൾ, സ്ഥലമാറ്റം കിട്ടി പോകുന്ന പോലെ 5 സ്കൂളുകളായിട്ടാണ് പഠിച്ചത്, പല പ്രദേശങ്ങളിൽ. ആദ്യം പഠിക്കുന്നത് പപ്പാട സ്വദേശം കുന്നത്തൂരാണ്. നെടിയവള LP സ്കൂളിലാണ് 1ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസവും 2nd സ്റ്റാൻഡേർഡിലെ വിദ്യാഭ്യാസം. 3rd ആയപ്പം കല്ലട LP സ്കൂളിലായി. 4ഉം 5ഉം ചങ്ങനാശ്ശേരി ടൗണിൽ, ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയോട് ചേർന്നുള്ള ഗവൺമെന്റ് മുഹമ്മദൻ UP സ്കൂളിലായി. അതിനുശേഷം നേരെ ഏനാത്തേക്ക് വരികയാണ്. എന്റെ 6ാം സ്റ്റാൻഡേർഡ് മുതലാണ് ഏനാത്ത് സെറ്റിൽഡ് ആണ്. ഇന്ന് എനിക്ക് വയസ്സ് 33. ഈ 33 വയസ്സ് സത്യത്തിൽ കർത്താവിന്റെ ജീവിതത്തിൽ വിലപ്പെട്ട ഒരു വയസ്സായി. 33 എന്ന അക്കം. യേശു എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തത് ഈ പ്രായത്തിലാണ്. യേശു വലിയ ദൈവമാണെന്ന് ജീവിതത്തിൽ ദൈവം ഭാഗ്യം തന്നു. ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടു. കാരണം ജനിച്ചപ്പം തൊട്ടേ കേൾക്കുന്നത് പ്രസംഗം, ജനിച്ചപ്പം തൊട്ടേ കാണുന്നത് പാസ്റ്റർമാരെയാണ്, ജനിച്ചപ്പം തൊട്ട് കാണുന്നത് വിശ്വാസികളെ. അതുകൊണ്ട് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാം അറിയാം. പക്ഷെ എല്ലാം അറിയാമെങ്കിലും പാട്ടുകാരൻ പറയുന്ന പോലെ ഒന്നും അറിയാത്തവനെ പോലെ അങ്ങനെ. പക്ഷേ ഒരു ദൈവീക പദ്ധതിയുണ്ട്. ചെറിയ പ്രായം മുതൽ കേട്ട ഒരു ദൈവീക വാക്തത്വമുണ്ട്. നിന്നെ സുവിശേഷ വേളയിൽ ശക്തമായ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ഈ പ്രായത്തിൽ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചത്. കഴിഞ്ഞ 2023 ജൂൺ മാസം ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചതല്ല ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന്. പക്ഷെ ദൈവത്തിന്റെ ഹിതം. എന്റെ വിവാഹം 2018 ഡിസംബർ മാസമാണ് നടക്കുന്നത്. എന്റെ വൈഫ് റൂബിയുടെ സ്വദേശം കൊട്ടാരക്കരയാണ്. എനിക്ക് ദൈവം ദാനമായ ഒരു മകളെ തന്നു. മകളുടെ പേര് അലീന. ഇന്ന് 4.5 വയസ്സുണ്ട്. LKGയിൽ പഠിക്കുന്നു. സന്തോഷകരമായി ഞങ്ങളുടെ കുടുംബജീവിതം പോകും. ഞാൻ ഇന്ന് എന്റെ കുഞ്ഞിനെ LKGയിൽ ചേർത്തപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു ചിന്തയും ഒത്തിരി വിഷമിച്ചു. ഒരു പിതാവില്ലാതെ പോകേണ്ട കുഞ്ഞായിരുന്നു. പപ്പ എന്ന് ഫാദറിന്റെ നെയിം ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യേണ്ടടുത്ത്, നെല്ല് കൊടുക്കേണ്ടടുത്ത് പിതാവിനെ കുഞ്ഞിന് കൊടുത്തു. എല്ലാവർക്കും ദാനമായി നാം ചിന്തിക്കുന്നത് പോലെയല്ല, നാം നനയ്ക്കുന്നത് പോലെയല്ല. ദൈവത്തിന്റെ ഹിതം നമ്മൾ നിറവേറുക തന്നെ ചെയ്യും. ഒരിക്കൽ പോലും നാം പതറേണ്ടുന്ന ആവശ്യമില്ല. ഒരിക്കൽ പോലും നാം തളരേണ്ടുന്ന ആവശ്യമില്ല. കർത്താവ് വേണ്ടുന്നതെല്ലാം തക്ക സമയത്ത് നൽകി തരിക തന്നെ ചെയ്യും. നമ്മളെ എവിടെ ശത്രു തകർക്കുവാൻ നോക്കിയോ അതേ സ്ഥാനത്ത് ശത്രുവിന്റെ കയ്യെത്തും ദൂരത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് ദൈവിക പ്രവൃത്തി നമ്മുടെ മേൽ ദൈവം അയക്കേണ്ടത്. ഏനാത്ത് എന്റെ ഇതേ സ്വദേശത്ത് ഞാനിപ്പം നിൽക്കുന്ന ഇതേ ഭവനത്തിലാണ് 2023 ജൂൺ മാസം 10-ാം തീയതി ലോകത്തോട് വിട പറയേണ്ട അവസ്ഥയിൽ കിടന്നു. പക്ഷെ അതേ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ജോയ്സ് TVയിലൂടെ ദൈവിക സന്ദേശവും ടെസ്റ്റിമണിയും അറിയിക്കുവാൻ ദൈവം തന്ന ഭാഗ്യം വലുതാണ്. 68-ാം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. എങ്കിൽ വിടുവിക്കുന്നവനാണ് നമ്മുടെ ദൈവം, അത്ഭുതം ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. ഒരിക്കൽ പോലും ഭാരപ്പെടേണ്ടുന്ന ആവശ്യമില്ല, തളരേണ്ടുന്ന ആവശ്യമില്ല.
യേശു വിടുവിക്കുന്നവൻ അത്ഭുതം ചെയ്യുന്നു. ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയുന്ന ഒരു പദമുണ്ട്, യേശു വിടുവിക്കുന്നവൻ അത്ഭുതം ചെയ്യുന്നു. എന്തിനാണെന്നറിയാം? അത് പറയാതിരിക്കാൻ തരമില്ല. കർത്താവിനെ രുചിച്ചറിഞ്ഞ ഞാൻ എനിക്ക് ജീവനുള്ള കാലത്തോളം ഏതവസ്ഥയിലും പറയും. കാരണം ലോകപരമായി സംഘടനാപരമായ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ജീവിതം മുന്നോട്ട് നയിച്ച വ്യക്തിയാണ്. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നന്നായി അറിയും. കാരണം യേശു മാത്രമേ വിടുവിപ്പാനും ദൈവമക്കൾ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു സന്ദേശം ദൈവജനത്തോട്, എന്നെ കേൾക്കുന്ന മാന്യ ദൈവദാസന്മാരെ, ദൈവമക്കളെ, രക്തബന്ധത്തെക്കാൾ വിലയേറിയ ബന്ധമാണ് ആത്മീയ ബന്ധം. നമുക്കെല്ലാം ഉള്ളപ്പോൾ രക്തബന്ധം കൂടെ നിൽക്കും. പക്ഷേ ആപത്ഘട്ടങ്ങളിൽ ഉറ്റ സ്നേഹിതരായി, പിതാവിന് പിതാവായി, മാതാവിന് മാതാവായി, സഹോദരങ്ങൾക്ക് സഹോദരങ്ങളായി കൂടെ നിൽപ്പാൻ ആത്മീയ ബന്ധങ്ങളുണ്ടാകും. അതെന്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ കർത്താവ് ഭാഗ്യം തന്നു. ഞാൻ അതുകൊണ്ടെന്ന് ശക്തമായി പറയും, ആത്മീയ ബന്ധങ്ങളെ തകർക്കുവാൻ ശത്രു പല കാരണങ്ങളുണ്ട്. നാം ആ ശത്രുവിന്റെ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞു ആത്മീയ ബന്ധങ്ങൾ വളർത്തുവാൻ, അതെന്നും ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ വേണ്ടി നാം ശക്തമായി പ്രാർത്ഥിക്കും. എന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. 2023 ജനുവരി മാസം മുതൽ ശാരീരികമായി ബലഹീനത അനുഭവിച്ചു. തലവേദനയാണ് മെയിൻ കാരണം. സഹിക്കാൻ വയ്യാത്ത തലവേദന. ഒരു രീതിയിൽ പോലും ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഒരു രാത്രി ഞാനിങ്ങനെ സ്വപ്നം കാണും. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സഹോദരങ്ങളും പലരും കൂടി നിൽക്കുന്നു. അവിടെ ആ സ്വപ്നത്തിൽ ഇങ്ങനെ ഓടിച്ചെന്നപ്പോ കാണുന്നത് സ്ട്രക്ചറിൽ കിടത്തിയിരിക്കുന്നത് എന്റെ ഡെഡ് ബോഡി. ഇതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കാനോ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും തീരെ വയ്യ, തലവേദന, വളരെ പ്രയാസം അനുഭവിക്കുന്ന സമയത്താണ് ഈ സ്വപ്നം കാണുന്നത്. രണ്ടാമത് കാണുന്ന സ്വപ്നം, എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഫ്യൂണറൽ സർവീസ് നടക്കും. സ്വപ്നത്തിലൂടെ സഞ്ചരിച്ചു ചെന്നപ്പം കാണുന്നത് എന്റെ ഫ്യൂണറൽ സർവീസ് ആണ് നടക്കുന്നത്. ഞാനത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്റെ ഈ വയ്യായ്മ വന്നപ്പം, ഈ പ്രയാസം വന്നപ്പം പ്രാർത്ഥിക്കാൻ ഞാൻ എപ്പോഴും പറയും, ആത്മീയ ബന്ധങ്ങൾ ഒരു ഭൗതിക ബന്ധങ്ങൾ മാറുന്നു. അതിൽ ദൈവമക്കളായിട്ടുള്ള, വിശ്വാസികളായിട്ടുള്ള, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവമക്കൾ, എൻ്റെ ആ രക്തബന്ധങ്ങൾ കൂടെ വന്നു. മറ്റ് രക്തബന്ധങ്ങൾ മാറി നിന്നപ്പോഴും പ്രാർത്ഥിക്കാനും കരയാനും കണ്ണീരൊഴുക്കാനും ആത്മീയ ബന്ധങ്ങൾ കൂടെ വന്നു. ശക്തമായ പ്രാർത്ഥന. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അവരോട് എൻ്റെ ഈ കണ്ട സ്വപ്നം പറയുമ്പോൾ അവര് പറയുന്ന കാര്യം, പ്രാർത്ഥിക്ക്, ശക്തമായി പ്രാർത്ഥിക്കും. പക്ഷെ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം, തലവേദനയാ, സഹിക്കാൻ വയ്യ. ഏനാത്തൊരു ഹോസ്പിറ്റലുണ്ട്, പ്രണവ് ഹോസ്പിറ്റൽ. അവിടെ ചെല്ലും, തലവേദന, ഡോക്ടർ തലവേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ തരും. ഒരു 6 മണിക്കൂർ നിൽക്കും. ആദ്യമൊക്കെ ഒരു 12 മണിക്കൂർ നിന്നു. പിന്നീട് വന്നപ്പം 6 മണിക്കൂർ നിൽക്കും. ഒരു ദിവസം 2 തവണ പോയി ഞാൻ ഇഞ്ചക്ഷൻ എടുക്കും, രാവിലെയും വൈകിട്ടും. വേദന സഹിക്കാൻ വയ്യ. ഡോക്ടറോട് തലവേദന എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഡോക്ടറെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പറയുന്ന അസുഖത്തിനുള്ള ഇഞ്ചക്ഷനാണ് പുള്ളി, പ്രതിവിധിയാണ് തന്നത്. ആ ഇഞ്ചക്ഷന്റെ മരുന്നിന്റെ എഫക്റ്റ് മാറിക്കഴിയുമ്പോൾ വീണ്ടും തലവേദന വർദ്ധിക്കും. ഇങ്ങനെയുള്ള പ്രയാസം ഞാൻ അനുഭവിക്കുകയാണ്. വളരെയധികം ബുദ്ധിമുട്ട് ജീവിതത്തിൽ അനുഭവിച്ചു. പ്രാർത്ഥന നടക്കുന്നുണ്ട്, ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിക്കുന്നു. സഹിക്കാൻ വയ്യാത്ത തലവേദന. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഞാൻ തലവേദനയ്ക്കുള്ള ഗുളിക കഴിക്കും. ചെറിയ ഒരു ആശ്വാസം കിട്ടും. അത് ഒരു അരമണിക്കൂർ, ഹാഫ് അവർ പോലും നിൽക്കൂല. വീണ്ടും പോയി അടുത്ത ഗുളിക കഴിക്കും. ഒരു ദിവസം 1, 2, 3 വേദന സംഹാരി കഴിച്ച് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട്. പക്ഷെ ഈ വേദന സംഹാരി കഴിക്കുന്ന കാര്യം വീട്ടിൽ ആരോടും തന്നെ പറഞ്ഞിരുന്നില്ല. രഹസ്യമായാണ് വേദന ശമിപ്പിക്കാൻ ഞാൻ കഴിച്ചോണ്ട്. ജൂൺ മാസം 1-ാം തീയതി മുതൽ വളരെയധികം പ്രയാസം
ജീവിതത്തിൽ വന്നു തുടങ്ങി. ഇതിനു മുൻപായിട്ട് വലത് സൈഡ് ചെവിയിൽ നിന്ന് ശക്തമായി ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ചെവിക്കകത്തൊരു ദശ വളർന്നു വരുന്നു. ഇത് പെട്ടെന്ന് നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ചെവിക്കകത്ത് ഉള്ളിൽ നിന്നാണ് ഈ ദശ വളർന്നു വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കാം, CT എടുക്കണം. പക്ഷെ CT അന്നൊന്നും എടുക്കാൻ പറ്റിയില്ല, ചില സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ. ഇതിനുശേഷം ജൂൺ മാസം 1-ാം തീയതി മുതൽ വളരെയധികം പ്രതികൂലം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. ഒത്തിരി പ്രതികൂലം, അതായത് സഹിക്കാൻ വയ്യാത്ത വേദന. പിന്നെ വേദന മാത്രമല്ല, തലകറക്കം. ഏനാത്ത് നിന്ന് അടൂര് വരെ 12 കിലോമീറ്റർ ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു 6-7 ഇടത്തെങ്കിലും വണ്ടി നിർത്തും, തലകറക്കം കാരണം. തല ചുറ്റുമ്പോൾ ബൈക്ക് സൈഡ് സ്റ്റാൻഡ് ഇടും, കമന്ന് പെട്രോൾ ടാങ്കിലോട്ട് കമന്നങ്ങ് കിടക്കും. ഈ അസ്വസ്ഥത മാറിക്കഴിയുമ്പോൾ, ഈ പ്രശ്നം മാറിക്കഴിയുമ്പോൾ വീണ്ടും ബൈക്ക് എടുക്കും, വീണ്ടും തല ചുറ്റും. ഇങ്ങനെ ഒരു 6-7 എടുത്ത് വണ്ടി നിർത്തി ഞാൻ അടൂർ വരെ പോകും. ഇങ്ങനെയുള്ള പ്രശ്നമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇയർ ബാലൻസ് തെറ്റി, റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ മറിഞ്ഞു വീഴുന്ന അവസ്ഥ. ആദ്യമൊന്നും ഇയർ ബാലൻസിന്റെ പ്രശ്നമാണെന്ന് അറിയില്ലായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇയർ ബാലൻസ് പ്രശ്നമാണ്. ജൂൺ മാസം 1-ാം തീയതി മുതല് ഞാൻ പറഞ്ഞല്ലോ വളരെയധികം പ്രശ്നം തുടങ്ങി. ജൂൺ മാസം 6-ാം തീയതി 5-ാം തീയതി രാത്രി മുതൽ ശരീരത്തിന് ചെറിയ ബലഹീനാവസ്ഥ അനുഭവപ്പെടാൻ തുടങ്ങി. പെട്ടെന്ന് തളർന്ന് വീഴുകയാണ്. ഈ തളർച്ച ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എനിക്കറിയാം, ബെഡിൽ പോയങ്ങ് കിടക്കും, ചെയറിലാണെങ്കിൽ ഇരിക്കും. അതൊരു 10 മിനിറ്റ് 5 മിനിറ്റേ നിൽക്കൂ. 5-10 മിനിറ്റിനകത്ത് ആ തളർച്ച അങ്ങ് ക്ഷീണം അങ്ങ് മാറും. പിന്നെയും ക്ഷീണം ഉണ്ടാകും. ഇല്ല, ഇറച്ചിക്കോഴിയുടെ അവസ്ഥയാ, തൂങ്ങി മറിഞ്ഞു വീഴുന്ന അവസ്ഥ. അതേ അവസ്ഥയിൽ എൻ്റെ ജീവിതം മുന്നോട്ട്. ജൂൺ മാസം 6-ാം തീയതി രാവിലെ എൻ്റെ ഒരു വാത്സല്യ സഹോദരനുണ്ട്, ഫെബിൻ. സഹോദരനോട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് വരണം, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണം, മോനെ എനിക്ക് തീരെ വയ്യ. അവൻ ഓടി വന്നു. വളരെ പെട്ടെന്ന് തന്നെ അടൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇന്നുമുണ്ട് ENT സർജൻ ഹാരിസ് ചന്ദ്രൻ MR. പുള്ളിയെ പോയി കൺസൾട്ട് ചെയ്യും. ഹാരിസ് ചന്ദ്രൻ MR പറഞ്ഞ കാര്യം CT എടുക്ക്. CT എടുത്താൽ മാത്രമേ എനിക്ക് കാര്യം അറിയത്തുള്ളൂ. കാരണം ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ചെന്നപ്പം പുള്ളി ചെറിയ ടാബ്ലറ്റ് തന്നൊക്കെ പറഞ്ഞു വിട്ടതാ. പുള്ളി ചെവിക്കകം ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ദശ വളർന്നു നിൽപ്പുണ്ട്, ഒരു തുള്ളി മരുന്നും ടാബ്ലറ്റൊക്കെ തന്നു വിട്ടു. പിന്നെയും വേദന സഹിക്കാൻ വയ്യ. ജൂൺ മാസം 6-ാം തീയതി ഒരു ഉച്ച മുതല് വൊമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. ഇതിനു മുമ്പ് വൊമിറ്റിംഗ് ഉണ്ടെങ്കിലും ഓവറായിട്ടുള്ള വൊമിറ്റിംഗ് ഇല്ല. ഇടക്ക് ഡെയിലി ഒരു 1-2 ടൈം ഞാൻ വൊമിറ്റ് ചെയ്യാറുണ്ട്. 6-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം മുതൽ വെള്ളം കുടിച്ചാൽ വെള്ളം വയറ്റിലേക്ക് ചെല്ലണ്ട, അതിനു മുമ്പേ വൊമിറ്റ് ചെയ്ത് കളയും. മമ്മി കഞ്ഞി ഉണ്ടാക്കി തരും, വൈഫ് കഞ്ഞി ഉണ്ടാക്കി തരും. കഞ്ഞി അകത്തേക്ക് ചെല്ലണ്ട, അതിനു മുമ്പേ ഇത് ഔട്ടാക്കി കളയും. ഇങ്ങനൊരവസ്ഥ വളരെയധികം ഭാരപ്പെട്ടു. ഒത്തിരി ബുദ്ധിമുട്ട്. ജൂൺ മാസം 6-ാം തീയതി രാത്രി ഉറങ്ങിയിട്ടില്ല. ജൂൺ മാസം 7-ാം തീയതി ആയപ്പോഴത്തേക്കിനും പ്രശ്നം വളരെ ഗുരുതരാവസ്ഥയിലേക്ക്. 7-ാം തീയതി വൈകുന്നേരമായപ്പോൾ ഞാൻ എൻ്റെ വാത്സല്യ സഹോദരനോട് പറഞ്ഞു, സഹോദരനല്ല സോറി, എന്റെ ഫാദറിനെ വിളിച്ചു പറഞ്ഞു, പപ്പ എനിക്ക് തീരെ വയ്യ, എന്നെ ഹോസ്പിറ്റലിൽ. പപ്പ ഇപ്പം പറഞ്ഞു മോനെ ഹോസ്പിറ്റലിൽ പോകും. ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല. പപ്പയൊക്കെ എന്റെ ആ ഒരു അവസ്ഥയും സംസാരവും ഫോണിലൂടെ കേട്ടപ്പോൾ പെട്ടെന്ന് ഓടിയെത്തി. അവര് മറ്റൊരിടത്താണ് താമസിക്കുന്നത്. എന്നെ പണ്ട് കണ്ടപ്പം തന്നെ എന്റെ വാത്സല്യ സഹോദരൻ പറഞ്ഞത് ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റിയല്ല, ഹോസ്പിറ്റലിൽ വീണ്ടും പോകണം. ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്തത് ആ ഡോക്ടറെ തന്നെ നമുക്ക് വീണ്ടും കാണണം. അടൂര് ഹാരിസ് ചന്ദ്രൻ MR തന്നെ പോയി കാണാമെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു 6-ാം തീയതി ഡോക്ടറെ കണ്ടു. അപ്പൊ ചോദിച്ചു ഡോക്ടർ എന്നാ എന്തെങ്കിലും എഴുതി തന്നു? ഡോക്ടർ CT എടുക്കണം എന്ന് പറഞ്ഞ് എഴുതി തന്നാണ്. ഞാനത് മൈൻഡ് ചെയ്തില്ല. പെട്ടെന്ന് ഡോക്ടറെ കുറിപ്പടി എടുത്തു നോക്കുന്നു, CT എടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ എടുത്തില്ല. എന്തായാലും അടുത്ത ദിവസം എനിക്ക് എക്സാം ഉണ്ട്, ഞാൻ എക്സാമിന് പോകും. എക്സാം കഴിഞ്ഞ് വന്നാലുടൻ നിർബന്ധമായും ഹോസ്പിറ്റലിൽ പോകണം.
എന്റെ അനുജൻ ടിജോയും അതോടൊപ്പം തന്നെ എന്റെ ഒരു വാത്സല്യ സഹോദരൻ സ്റ്റെഫിനും എന്തോത്തിന്റെ എക്സാം ക്രിസ്തുവിൽ പ്രസിഡന്റായ എക്സാം ആയിരുന്നു? അനിയൻ ഡിഗ്രി PG ആണ്. കോന്നി കോളേജിൽ വെച്ച് എക്സാം. അനിയൻ ഒരു കർത്തദാസനാണ്, ഇന്ന് യുവ പ്രഭാഷകനാണ്, കൺവെൻഷൻ പ്രഭാഷകനാണ്. അനിയന്റെ പേര് ടിജോ സോളമൻ. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ക്രിസ്തുവിൽ പ്രസിദ്ധനായ ജോബിൻ കറുകച്ചാൽ, കർത്തദാസൻ, സ്റ്റെഫിൻ, അതോടൊപ്പം തന്നെ എന്റെ വാത്സല്യ സുഹൃത്തുക്കള്, പിന്നെ എന്റെ വൈഫ്, ഇവരെല്ലാവരും കൂടെ കൂടിയാണ് എന്നെ എടുത്തുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. എനിക്ക് അറിയില്ല, ഞാന് അവരുടെ എല്ലാം സഹായത്തോടെയാണ് നടന്നു നീങ്ങുന്നതും വാഹനത്തിൽ കയറുന്നതും എല്ലാം. ഡോക്ടർ വീണ്ടും ഞാൻ കണ്ട അതേ ഡോക്ടറെ കാണുന്നു. ഡോക്ടർ എൻ്റെ അടുത്ത് പറയുന്നു എങ്ങനുണ്ട്, പക്ഷെ എനിക്ക് തിരിച്ചൊന്ന് റിപ്പീറ്റ് ചെയ്യ പുള്ളിയോട് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. കാരണം ഒരു 3/4% മയക്കത്തിലായിരുന്നു. CT എമർജൻസി ആയിട്ട് എടുക്കാൻ പറഞ്ഞു. CT എടുത്തു. CTയുടെ റിപ്പോർട്ട് കിട്ടിയ ഉടനെ ഡോക്ടർ പറഞ്ഞ കാര്യം, ഇനി ആളിനെ നോക്കണ്ട. ഇന്നും അടൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ ഉണ്ട്. ഡോക്ടറുടെ പേര് ഹാരിസ് ചന്ദ്രൻ MR, ENT സർജൻ. CTയുടെ റിപ്പോർട്ടിൽ തലച്ചോറ് മുഴുവൻ പഴുപ്പ് വ്യാപിച്ചു. പുറത്തേക്ക് വന്ന ഇൻഫെക്ഷൻ നിന്നു. പിന്നെ പഴുപ്പ് തലച്ചോറിലേക്ക് കയറാൻ തുടങ്ങി. തലച്ചോറ് മുഴുവൻ പഴുപ്പ് വ്യാപിച്ചു. ചെവിയിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പ് 2 അസ്ഥിയുടെ കവറിങ്ങിലാണ് നിൽക്കുന്നത്. അസ്ഥി രണ്ടും ദ്രവിച്ചു പോകും. ഇനി ആളിനെ ജീവിതത്തിലേക്ക് കിട്ടുകയില്ല. ഡോക്ടർ പറഞ്ഞു നോ. എന്റെ വാത്സല്യ സഹോദരൻ പറഞ്ഞു സാറേ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. ഡോക്ടർ പറഞ്ഞു ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു, കോമ സ്റ്റേജിലായി ഇപ്പൊ നിൽക്കുന്നതാണ്. മെഡിക്കൽ കോളേജിലേക്ക് എഴുതാൻ പറഞ്ഞപ്പോ ഡോക്ടർ അങ്ങ് മടിക്കുക. കാരണം അവിടെ വരെ എത്തുകയില്ല ഇപ്പോഴത്തെ സാഹചര്യം. വളരെയധികം പ്രയാസം അനുഭവിക്കും. പെട്ടെന്ന് തന്നെ നിർബന്ധത്തിൽ വഴങ്ങി കോട്ടയം മെഡിക്കൽ കോളേജിന് റെഫർ ചെയ്തു. എങ്കിൽ തന്നെയും പരിചയവും ആത്മീയ ബന്ധവും കൂടുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ കടന്നു. വളരെ പെട്ടെന്ന് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നു. പോകുന്ന വഴിക്ക് എന്റെ ഭവനത്തിൽ എത്തുകയും ഭവനത്തിൽ എത്തിക്കുമ്പോൾ തന്നെ വളരെയധികം വിഷമകരമായ അവസ്ഥയിലാണ് ഞാൻ കടന്നുപോയത്. വാത്സല്യ എന്റെ സഹോദരങ്ങൾ ഓടിക്കൂടുകയും ടൈറ്റസ് മാനുവൽ പെട്ടെന്ന് ഓടി വരികയും, കാരണം എന്റെ അനിയനൊപ്പം വാഹനം ഡ്രൈവ് ചെയ്യാനുള്ള ശാരീരികമായ മാനസികമായ ഒരു ബലത്തിലല്ലായിരുന്നു. ജ്യേഷ്ഠന്റെ അവസ്ഥ കണ്ട് മാനസികമായി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഡോക്ടറും പറഞ്ഞു ഇനി ആളിനെ കിട്ടുകയില്ല, ഫൈനലാ, എല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് അവർ പറയുന്നത് ഒരു 55 മിനിറ്റ് കൊണ്ട് 1 മണിക്കൂർ പോലും എടുത്തില്ല എന്നെ അടൂരിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കാനായി. പോകുന്ന വഴിക്ക് 2-3 പ്രാവശ്യം വൊമിറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഓർമ്മ എനിക്കുണ്ട്. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല അവിടെ എത്തിയത്. ഇതിനുശേഷം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ എത്തിക്കുന്നു. എന്റെ വാത്സല്യ അപ്പാപ്പൻ, പപ്പായുടെ അനുജൻ, ട്രിവാൻഡ്രം നെടുമങ്ങാട് IPC ചർച്ചിലെ പാസ്റ്റർ ജോഷുവ ഡാനിയൽ അപ്പാപ്പൻ എന്നും അതോടൊപ്പം തന്നെ അവിടെയുള്ള ആത്മീയ ബന്ധങ്ങളും എല്ലാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓടിക്കൂടി. അവരെയെല്ലാം ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്താണ് പോകുന്നത്. കാരണം എന്റെ സ്റ്റേജ് വളരെയധികം മോശപ്പെട്ട അവസ്ഥയിൽ നിന്നാണ് അടൂരേക്ക് കൊണ്ടുപോകുന്നത്. അടൂരെ ഡോക്ടർക്ക് പോലും സാധാരണ ഒരു പ്രശ്നമുണ്ടായാൽ മെഡിക്കൽ കോളേജിലേക്ക് എഴുതി തട്ടിവിടും. ഈ ഡോക്ടർ പറഞ്ഞ് അവിടെ ചെന്നാലും രക്ഷയില്ല. കാരണം കോമയിലേക്ക് കയറി. അത് തന്നെയല്ല, ചെവിയിൽ നിന്ന് തലച്ചോറിലേക്കുള്ള ഞരമ്പ് 2 അസ്ഥിയുടെ കവറിങ്ങിലാണ് നിൽക്കുന്നത്. ഈ അസ്ഥി ദ്രവിച്ചു. ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്ന് പോലും ഒരു പ്രതീക്ഷയും ഡോക്ടർക്ക് പോലും ഇല്ല. പക്ഷെ എല്ലാവരുടെയും നിർബന്ധത്തിൽ വരികയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എന്റെ സഹോദരൻ കൊണ്ടുപോകുന്നത്. ഒരു 8 മണിയോടടുപ്പിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നു. എന്നെ വിളിക്കുന്നു. ടൈം എനിക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല, എങ്കിലും ഒരു 10 മണിയായി കാണും.
എന്റെ വാത്സല്യ അപ്പ ആ സമയത്ത് എനിക്കൊരു സുബോധം വന്നു. എന്നെ വിളിക്കുന്നു, എനിക്കൊരു ഓർമ്മ, എന്നോട് ചോദിക്കുന്നു വീൽ ചെയർ വേണോ ട്രോളി വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് വീൽ ചെയർ മതി. അതൊരു ഓർമ്മയുണ്ട്. ഇതിനുശേഷം വീൽ ചെയറിൽ എത്തുന്ന ഒരു 3 തവണ ഞാന് ചാടി എഴുന്നേൽക്കുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. പക്ഷെ പിന്നീട് 3-ാം ദിവസമാണ് ലോകം എന്തുവാന്ന് ഞാൻ അറിയുന്നത്. എന്റെ കണ്ണ് തുറക്കുന്നത് 3-ാം ദിവസം. പിന്നെ നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് അറിയുന്നില്ല. പിന്നീട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്റെ വാത്സല്യ സഹോദരനും അതോടൊപ്പം തന്നെ എന്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ദൈവമക്കളും ദൈവദാസന്മാരും എന്റെ ബന്ധുക്കളും അവരെല്ലാവരും എന്റെ വാത്സല്യ അപ്പാപ്പൻ ഉൾപ്പെടെ അവരെല്ലാവരും പറഞ്ഞു തന്ന കാര്യമാണ് ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം ഞാൻ ഡിസ്ചാർജ് ആയി വന്ന സമയത്ത് ഞാൻ അവരെ എല്ലാം വിളിച്ചു. കാരണം ഞാൻ ഔട്ടായി കിടന്ന സമയത്തെ കാര്യങ്ങൾ, ദൈവം നടത്തിയ വഴികൾ മറ്റുള്ളവരോട് പ്രസ്താവിക്കണമെങ്കിൽ അവരെനിക്ക് പറഞ്ഞു തന്നാൽ മാത്രമേ അത് പറയാൻ പറ്റൂ. അവരെനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ് ഞാൻ അവരോട് പറയുന്നത്. ഞാൻ ഈ കാര്യം എടുത്തു പറയാൻ കാരണം പലരും ഞാൻ ഈ ഒരു മെസ്സേജ് അയച്ചതിന് ശേഷം യൂട്യൂബിൽ ലൈവ് ചെയ്യുമ്പോൾ പലരും റിപ്ലൈ നെഗറ്റീവായിട്ട് ചോദിക്കുന്നുണ്ട്. ബോധമില്ലാത്ത ഞാൻ എങ്ങനെ ഈ കാര്യങ്ങൾ അറിഞ്ഞു? പക്ഷെ ബോധമില്ലാത്ത ഞാൻ ഈ കാര്യം അറിഞ്ഞത് കൂടെ ഉണ്ടായിരുന്നവർ എന്നോട് പറഞ്ഞതാണ്. പിന്നെ ഒരു കാര്യം, ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് ഞാൻ അറിയിക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ന്യൂറോ സർജൻ ഡോക്ടർ റോസ് ബിറ്റ്സ് ബേക്കെ ഇന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി ന്യൂറോ സർജനായിട്ടുണ്ട്. ചൊവ്വ വെള്ളി ഈ 2 ദിവസങ്ങളിലാണ് ഡോക്ടർ ന്യൂറോ സർജറി OPD ഉണ്ടാവുക. പുള്ളി സി ആണ്. അവിടെ ചെന്ന് ഡോക്ടറെ കാണാം, ജിജു ഏനാത്തിനെ പറ്റി ചോദിക്കും. കാരണം ഇത്രയും ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു, യേശു വലിയവൻ, അവൻ അത്ഭുതം ചെയ്യുന്നു. ഇതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെല്ലുന്നു. ഡോക്ടർ പറയുന്നു CT എടുക്കണം. അന്ന് വാത്സല്യ സഹോദരങ്ങൾ പറയുന്നത് വളരെയധികം വെപ്രാളമായിരുന്നു. എൻ്റെ ഒരു വാത്സല്യ സഹോദരൻ സ്റ്റെഫിൻ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ക്രിസ്തുവിൽ പ്രസിദ്ധനായ CJ മനുവേൽ ഉദയശിയുടെ മൂത്ത മകൻ ഷീലാസ് മനുവേൽ അവറുകളും അതോടൊപ്പം തന്നെ ടൈറ്റസ് മാനുവേൽ, ഷീലാസ് മനുവേൽ, പാസ്റ്റർ അനുജൻ ഇവരെല്ലാം ഓടിക്കൂടി. ഇന്ന് ക്രൈസ്തവ കൈരളിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഗായകൻ ജയദാസ് ട്രിവാൻഡ്രം, തിരുവനന്തപുരം അനൂപ് രത്ന, പിന്നെ അതോടൊപ്പം തന്നെ ക്രിസ്തുവിൽ പ്രസിദ്ധനായ ജോബി ടി അലക്സ് കുമരകം എന്ന് വേണ്ട പിന്നെ എനിക്ക് അറിയില്ല അനേക ദൈവദാസന്മാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓടിക്കൂടി. ഞാനിത് പറഞ്ഞതിന്റെ കാരണം എന്നാണ്, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു രക്തബന്ധങ്ങളെക്കാൾ വലുതാണ് ആത്മീയ ബന്ധം. ആപത്ഘട്ടങ്ങളിൽ രക്തബന്ധം തള്ളിക്കളയും, കൊള്ളപ്പം കൂടി നിൽക്കും. നമ്മുടെ കയ്യിൽ 10 കാശ്, അതായത് നമുക്ക് വല്ല നന്മ ചെയ്യാൻ പറ്റുന്ന സമയത്ത് രക്തബന്ധങ്ങൾ കൂടെ ഉണ്ടാകും. ഞാൻ രക്തബന്ധങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ രക്തബന്ധത്തിൽ തന്നെ ദൈവത്തെ അറിയുന്നവരുണ്ട്, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവർ എല്ലാവരും അല്ലെങ്കിലും ഭൂരിപക്ഷവും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ളപ്പം, നന്മയുള്ളപ്പം കൂടെ കാണും. പക്ഷെ നന്മയില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ദോഷം ചെയ്താൽ പോലും നമുക്ക് വയ്യ, നമുക്കൊരാപത്ത് പറ്റി, നാം വേദനയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്നറിഞ്ഞാൽ ആത്മീയ ബന്ധങ്ങൾ ഓടിക്കൂടും. അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്ത് വന്നില്ല, നമ്മുടെ അരികെ വന്നില്ലെങ്കിൽ മുഴങ്കാലിലിരുന്ന് നമ്മൾക്ക് വേണ്ടി എടുവിൽ നിൽക്കുവാൻ ആത്മീയ ബന്ധങ്ങൾക്കേ കഴിയും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ആത്മീയ ബന്ധത്തിന് വിള്ളൽ ഉണ്ടാകാതിരിക്കാൻ നാം ഈ കാലങ്ങളിൽ ശ്രദ്ധിക്കണം. ഇന്നിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ ഉണ്ടാകുന്നത് ആത്മീയ ബന്ധങ്ങൾക്കാണ്. ആത്മീയ ബന്ധങ്ങൾക്ക് വിള്ളൽ ഉണ്ടാകരുത്. കാരണം ഇവരാരും, ഈ കൂടിക്കൂടിയ ദൈവദാസന്മാരാരും എന്റെ രക്തബന്ധമേ അല്ല. എന്റെ അപ്പച്ചന്റെ 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 എന്ന് പറയാൻ ഒരു ബന്ധം പോലും ഇല്ല. ആത്മീയ ബന്ധം. അവർ ഓടിക്കൂടി. ശക്തമായ പ്രാർത്ഥന, എന്റെ സഭയുടെ പ്രാർത്ഥന. ഞാൻ ഒരു കാര്യം പറയാം, പ്രവചനം തലയിൽ കിടക്കുന്നിടത്തോളം കാലം നമ്മളെ തകർക്കുവാൻ ഒരു ശത്രുവിനും കഴിയുകയും, ദൈവം ഒരു ഡിക്ലറേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ തകർക്കുവാൻ ശത്രുവിന് കഴിയുകയും, പ്രാർത്ഥിച്ച ദൈവമക്കൾക്ക്, പ്രാർത്ഥിച്ച ദൈവദാസന്
പ്രാർത്ഥിച്ച ദൈവദാസി, പ്രാർത്ഥിച്ച ദൈവവൈതലിന് ദൈവം ഒരാലോചന അറിയിച്ചിട്ടുണ്ടെങ്കിൽ നിവർത്തിക്കുന്ന ദൈവം. ഞാനിത് പറയാൻ കാരണം, റോയ് പാസ്റ്റർ ഉണ്ട് എന്റെ സമീപ പ്രദേശത്ത്. റോയ് പാസ്റ്റർ, ഞാൻ വളരെയധികം വേദന അനുഭവിച്ച് ജൂൺ മാസം 5-ാം തീയതി ഞാനും വൈഫും എന്റെ കുഞ്ഞും എന്റെ വാത്സല്യ അപ്പാപ്പനും ഞങ്ങൾ ഒരുമിച്ച് ഈ ദൈവദാസനെ കാണാൻ ചെല്ലുക പ്രാർത്ഥിക്കാൻ. ദൈവദാസൻ എന്നോട് പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കാൻ പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ എനിക്ക് തീരെ വയ്യ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാസ്റ്റർ പറഞ്ഞു, മോനെ നീ ഓടിവാ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവിടെ ചെന്നപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഒരു ദൈവിക ആലോചന എന്നോട് അറിയിച്ചു. മരണം കാർന്ന് തിന്നാൻ നോക്കും, പക്ഷെ നിന്നെ തൊടുകയില്ല. ശക്തമായ ആലോചന. ഈ ആലോചന പറയുമ്പോൾ ദൈവദാസൻ നിറ കണ്ണുകളോടാണ് ഈ റോയ് പാസ്റ്റർ നിന്നത്. ശക്തമായ ആലോചന. പക്ഷെ ആ ആലോചന പറഞ്ഞ സമയത്ത് ഞാൻ ഈ വേദനയും വളരെ പ്രയാസത്തിലും ഇരുന്നത് കൊണ്ട് ഞാനതിനെ കാര്യമാക്കിയില്ല. പാസ്റ്റർ ശക്തമായി ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു. ഇതിനുശേഷം എന്നെ ഹോസ്പിറ്റലിലെത്തി. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് CT എടുക്കും. CT എടുത്ത് CTയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ENT ഡിപ്പാർട്ട്മെന്റ് തലച്ചോറി പഴുപ്പ് കാരണം ഉള്ള പ്രശ്നമായതുകൊണ്ട് എന്നെ ന്യൂറോയ്ക്ക് റെഫർ ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് പറഞ്ഞ ആയുസ് 0.1% മാത്രം പ്രതീക്ഷിക്കും. 1% പോലും മെഡിക്കൽ സയൻസ് ആയുസ് പറയാത്ത ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ജോയ്സ് TV, ഈ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ ഈ ദൈവിക സന്ദേശം അറിയിക്കാൻ കർത്താവ് തന്ന ഭാഗ്യം വലുതാണ്. യേശു വലിയവൻ, അത്ഭുതം ചെയ്യുന്നു, എന്നും ജീവിക്കുന്നു. യേശു വിടുവെക്കുന്നതേയും യേശു അത്ഭുതം ചെയ്യുന്നതേയും ഈ ദൈവത്തെ കൊണ്ട് കഴിയാത്ത യാതൊരുവിധ കാര്യങ്ങളും. നമ്മുടെ പ്രയാസം നമുക്ക് വലുതായിട്ട്, പക്ഷേ നമ്മുടെ കണ്ണുനീര് അപ്പന്റെ തുരുത്തിയിലേക്ക് പകരും. നമുക്ക് എന്നാ പറയാ, വിടുതൽ തരുവാൻ, രക്ഷ തരുവാൻ മതിയായ ദൈവത്തെ നാം ആരാധിക്കുന്നു. ആ ദൈവത്തെ നാം സ്തുതിക്കുന്നു. ദൈവം വലിയവൻ, അത്ഭുതം ചെയ്യുന്നു. ഇതിനുശേഷം ഡോക്ടർ പറയുന്നത് തലച്ചോറ് മുഴുവൻ പഴുപ്പ് ബാധിച്ച് കിടക്കുക, സർജറി ചെയ്യണം. 0.1% മാത്രം ആയുസിൽ ഡോക്ടർ പറഞ്ഞ് കിടക്കുക. കാരണം തുടുപ്പ് മാത്രമേ ഉള്ളൂ, ഇനി ആളിനെ കിട്ടുകയില്ല. ഇതിനുശേഷം ഡോക്ടർ പറഞ്ഞു, പപ്പായെയും മമ്മിയും ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ തന്നെ എന്റെ വൈഫ് ലാസ്റ്റ് സ്റ്റേജിൽ അടൂർ ഹോസ്പിറ്റലിൽ വന്നെങ്കിലും വൈഫിനോട് ഈ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്റെ സഹോദരങ്ങൾ അറിയിച്ചില്ല. ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ അകത്ത് കയറിയത് എന്റെ സഹോദരങ്ങളാണ്. അവര് വൈഫിനോട് പറഞ്ഞില്ല, കാരണം അവരെന്ത് വിചാരിക്കും. എന്റെ വൈഫിനോടും പപ്പയോടും മമ്മിയോടും ഈ വിവരം അറിയിച്ചില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞ കാര്യം, കാണിക്കേണ്ടവരെയൊക്കെ കാണിച്ചോളാൻ, പപ്പായെയും മമ്മിയെയും അവന്റെ വൈഫിനെയും കൊണ്ടുവന്ന് അവനെ കാണിക്കും, അവസാനത്തെ ഒരു നോക്ക് കാണും. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി വേറൊന്നായി. എന്റെ വാത്സല്യ സഹോദരൻ, വാത്സല്യ അപ്പാപ്പൻ ഡോക്ടറോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാർ അവരെ കൊണ്ട് കാണിച്ച് വൈഫ് ബലഹീന അവസ്ഥയിലിരിക്കുന്നു, പപ്പ ശാരീരികമായി ബുദ്ധിമുട്ട്, മമ്മിക്ക് ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സാർ. അവന്റെ ഉൾപ്പെടെ 4 ഡെഡ് ബോഡി ഇവിടുന്ന് കൊണ്ടുപോകേണ്ടവൻ. അതുകൊണ്ട് ഞങ്ങൾ ഗ്യാരണ്ടി, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇവരുടെയൊക്കെ നിർബന്ധം, ഇവരുടെയൊക്കെ ഉറപ്പ് കണക്കെടുത്ത് ഡോക്ടർ പിന്നെ നിർബന്ധിക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞ നിങ്ങൾ പ്രാർത്ഥിക്കും. മെഡിക്കൽ സയൻസ് ലാസ്റ്റ് പറയുന്ന കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കും. ദൈവദാസന്മാർ കരങ്കൂർ, അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ദൈവമേ അവന്റെ ആയുസിനെ മടക്കി കൊടുക്കണം. ഡോക്ടർ പറഞ്ഞു നോ ചാൻസ്. ഒരു ഡോക്ടറുണ്ട് ഹിന്ദി, മഹാരാഷ്ട്രയിലുള്ള പുള്ളി വന്ന് പറഞ്ഞ കാര്യം എന്റെ വാത്സല്യ സഹോദരൻ പറയുന്നുണ്ട്, നോ ചാൻസ്. പക്ഷെ എന്താ പറയാ, അവസാനത്തിൽ നിന്ന ചില തുടക്കങ്ങൾ കുറിക്കാൻ തമ്പുരാന്റെ പദ്ധതി. നാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന സമയത്താ ദൈവിക പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിന്. നാം എവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടോ
അതേ സ്ഥാനത്ത് നിന്ന് തമ്പുരാന്റെ പ്രവൃത്തിക്ക് തുടക്കം. ശക്തമായി വാത്സല്യ ദൈവമക്കളെ, നാം അവസാനിച്ചു എന്ന് നാം ചിന്തിക്കുന്നിടത്ത് നിന്ന് ദൈവീക പ്രവൃത്തി, ദൈവീക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തുടക്കം കുറിക്കുക തന്നെ ചെയ്യും. ഭാരപ്പെടേണ്ട കേട്ടോ, പ്രയാസപ്പെടേണ്ട. യേശു മതിയായ ദൈവം. ഡോക്ടർ പറഞ്ഞത് സർജറി ചെയ്യണം. തുടിപ്പുള്ള ആളെ എങ്ങനെ സർജറിക്ക് കഴിച്ചു? നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാനിങ്ങനെ കിടക്കുക, പലരെയും കൊണ്ടുവന്നു മറ്റൊരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നു. ഞങ്ങളുടെ ചർച്ചിൽപ്പെട്ട ഒരു ദൈവദാസൻ കഴിഞ്ഞ ദിവസവും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരുന്നത് ടിജുവിന്റെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങാനായി. ഒരു കൂട്ടം ദൈവമക്കൾ അടൂരിൽ അവിടെ വരുന്നത് ഇനി കിട്ടുകയില്ല. എന്റെ ഡെഡ് ബോഡിയും കൊണ്ട് വീട്ടിൽ വരാനാണ് വന്നത്. എന്റെ വീട്ടിൽ പതിവില്ലാത്തതുപോലെ എന്റെ മമ്മി ഇന്നും പറയും, അവനെ വയ്യാതെ കൊണ്ടുപോയി ഒരു ഓപ്പറേഷൻ. എന്റെ പപ്പായിക്ക് ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞത്, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആളാ. എന്റെ പപ്പായ്ക്ക് ആൻജിയോപ്ലാസ്റ്റി നടക്കുമ്പോൾ വീട്ടിൽ ആളുകൾ തടിച്ചുകൂടിയിട്ടില്ല, രക്തബന്ധങ്ങൾ തടിച്ചുകൂടിയിട്ടില്ല. മമ്മി ചിന്തിക്കുന്നു, എന്തുകൊണ്ട് ഈ രക്തബന്ധങ്ങൾ തടിച്ചുകൂടും? എന്റെ പപ്പായുടെ ഒരു സഹോദരൻ വന്ന് മമ്മിയെ കയറി പതിവില്ലാത്തതുപോലെ ഇങ്ങനെ സ്നേഹത്തോടെ അമ്മാമോ എന്തോ പറയുന്നെന്ന് ചോദിച്ചപ്പോ മമ്മി തന്നെ ചിന്തിച്ചു, എന്തോ കാര്യം കിടപ്പുണ്ട്. കാരണം പലരും ഫോൺ വരുമ്പോ പുറത്തിയാടുന്നു. വീടിനകത്ത് പ്രാർത്ഥനാ മധ്യത്തിൽ പെട്ടെന്ന് എന്റെ വാത്സല്യ അപ്പന്മാർക്ക് ഫോൺ വരും മെഡിക്കൽ കോളേജിൽ നിന്ന്. പെട്ടെന്ന് എല്ലാവരും പുറത്തിയാടുന്നു. പലരും പല സ്ഥലങ്ങളിൽ നിന്നും ഈ രൂപങ്ങളൊക്കെ കണ്ടപ്പോൾ വീട്ടുകാർക്ക് തന്നെ സംശയം തോന്നി തുടങ്ങി, എന്റെ പപ്പായ്ക്കും മമ്മിക്കും വൈഫിനും. കാരണം അവരുടെ ശാരീരിക പ്രശ്നം കാരണം അവരെ ഇത് അറിയിക്കാൻ പറ്റില്ല. കാരണം വിഷമം താങ്ങാതെ വന്നാൽ അവർക്ക് എന്ത് സംഭവിക്കാം. അതുകൊണ്ട് എല്ലാം മറച്ചു വെച്ചാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ മറ്റൊരു നിലയിൽ കിടക്കുന്നത് എന്റെ വീട്ടിൽ അറിയിക്കുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥ എന്റെ ജീവിതത്തിൽ നിൽക്കുന്നു. ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കും. ജോബി ടി അലക്സ് കുമരകം കർത്തദാസൻ പറഞ്ഞൊരു പദമുണ്ട്. വിശ്വാസി എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് എല്ലാം അറിയാം. അതുകൊണ്ടാണ് ആ ദൈവദാസന്റെ പേര് ഞാൻ എടുത്തു പറയുന്നത്. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അന്നിപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിൽ പ്രസിദ്ധനായ ജോർജ് മാത്യു പാസ്റ്റർ, ബാബു മാത്യു പാസ്റ്റർ, ജെറോം പാസ്റ്റർ, അതോടൊപ്പം തന്നെ എളമ്പൽ ഫിലിപ്പ് ദൈവദാസൻ എന്ന് വേണ്ട അനേക ദൈവദാസൻ. കാരണം പേരെടുത്ത് പറയുവാണെങ്കിൽ 1 മണിക്കൂർ പേരെടുത്ത് പറഞ്ഞാൽ പോലും തീരാത്തതുപോലെ ദൈവമക്കൾ അവിടെ കൂടി. തിരുവനന്തപുരം ബോട്ടൺ ഹില്ലിൽ ഒരു IPC ചർച്ച് ഉണ്ട്. ട്രിവാൻഡ്രം PMG ബോട്ടൺ ഹിൽ IPC ചർച്ചിലെ ദൈവമക്കൾ പലരും അവിടെ കൂടി. ആത്മീയ ബന്ധമാണ്. എന്റെ വീട് അടൂരാണ്. തിരുവനന്തപുരം ബോട്ടൺ ഹില്ലിൽ കിടക്കുന്ന IPC ചർച്ചിലെ ദൈവമക്കൾ കൂടണമെങ്കിൽ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, രക്തബന്ധത്തെക്കാൾ വിലയേറിയ ബന്ധമാണ് ആത്മീയ ബന്ധം. ആപത്ഘട്ടങ്ങളിൽ ഓടിക്കോടും. എന്തിനെന്നറിയാമോ? താങ്ങാൻ. സന്തോഷവേളയിൽ ചിലപ്പോ അവരെ നമ്മൾ വിളിച്ചില്ലെങ്കിലും നമുക്കൊരാപത്തെന്ന് പറഞ്ഞാൽ കണ്ണീരൊരുക്കാൻ, നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ആത്മീയ ബന്ധങ്ങൾ എന്നുമുണ്ട്. ആത്മീയ ബന്ധങ്ങൾക്ക് വിള്ളൽ ഉണ്ടാകരുതെന്ന് ഒരു പ്രാവശ്യം കൂടെ അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ക്രിസ്തു ശക്തമായ പ്രാർത്ഥന. കർത്തദാസൻ ജോബി ടി അലക്സ് പാസ്റ്റർ പറഞ്ഞൊരു പദമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ആയുസ്സിന് വേണ്ടി പിടിച്ചു പറിച്ചൊരു പ്രാർത്ഥന നടന്നിട്ടുണ്ടോ എന്ന് ചരിത്രം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവമക്കൾ തടിച്ചുകൂടി. ശക്തമായ പ്രാർത്ഥന. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോഴുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ചെറുപ്പക്കാർ കരം കോർത്തു. പല സ്ഥലങ്ങളിൽ പലര് കരം കോർത്തു. ശക്തമായി പ്രാർത്ഥന. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു, ഇനി പ്രതീക്ഷയില്ല. എന്റെ അനിയൻ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവൻ തളർന്നു വീണു. പോയി അച്ചാച്ചൻ പോയി, ചേട്ടൻ പോയി. പക്ഷേ ഒരു വാത്സല്യ ദൈവദാസൻ, ഷിജു തങ്കച്ച് എന്ന് പറഞ്ഞ ദൈവദാസനും, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചർച്ചിന്റെ യൂത്തിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ചാക്കോ ദേവദാസൻ പറഞ്ഞൊരു പദമാണ്, ശതമാനം നമ്മുടെ കർത്താവിനൊരു വിഷയമേ അല്ല. മെഡിക്കൽ സയൻസിന് ശതമാനം വലുതാണ്. നമ്മുടെ കർത്താവിന് ശതമാനം ഒരു പ്രശ്നമല്ല. എന്റെ സഹോദരൻ വളരെയധികം ഭാരപ്പെട്ടു. കാരണം എന്താ പറയാ,
ഞങ്ങൾ രണ്ടുപേരല്ലേ, ഞാൻ മൂത്ത ജ്യേഷ്ഠനാ, ഞങ്ങൾ തമ്മിൽ 8 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. വളരെയധികം വേദന അവൻ അനുഭവിച്ചു. പക്ഷേ ദൈവമക്കൾ പലരും വന്ന് ആശ്വസിപ്പിച്ചു. ശക്തമായ പ്രാർത്ഥന നടക്കുന്നു മെഡിക്കൽ കോളേജിൽ. ശക്തമായ പ്രാർത്ഥന, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു പ്രാവശ്യം കൂടെ എന്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാനും കർത്താവ് ഭാഗ്യം തന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥിച്ച ദൈവമക്കൾക്ക് വീണ്ടും പ്രാർത്ഥിക്കുവാൻ ഒരു ധൈര്യവും കൂടെ ദൈവം പകർന്നു. കാരണം പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവം, അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്നെ അവർക്ക് ഡോക്ടേഴ്സ് എനിക്ക് കിട്ടുകയില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞ അതേ സ്ഥലത്ത് ദൈവം എനിക്കൊരു പുനർജന്മം തന്നു. ഡോക്ടർ പറഞ്ഞ തലയോട്ടി ഇളക്കണം, സർജറി ചെയ്യും. തലയോട്ടി ഇളക്കി സർജറി ചെയ്യണം. ഈ ഭാഗമാണ് കട്ട് ചെയ്തത്. പല രീതിയിലുള്ള കാര്യങ്ങൾ ആദ്യം അവർ പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. സർജറിക്ക് വേണ്ടി എന്നെ നീക്കണം, പക്ഷെ ഉടുപ്പിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് സർജറിക്ക് നീക്കാൻ പറ്റും. ഒരു രാത്രി ഏകദേശം ഒരു 12 മണിയോളം ആയി. ഡോക്ടർ വന്ന് പറയുന്നു, ചെറുതായിട്ടൊന്ന് കണ്ണ് തുറന്നിട്ട് ഇനി നമുക്ക് സർജറിക്ക് തുടങ്ങാം. നിറ കണ്ണുകളോടെയാണ് സമ്മതപത്രം എഴുതുന്നതും. സമ്മതപത്രം എഴുതിയത് ക്രിസ്തുവിൽ പ്രസിദ്ധനായി ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന CJ മനുവൽ ഉപദേശിയുടെ മൂത്ത മകൻ ശിവലാസ് മനുവൽ പാസ്റ്ററാണ്. ബന്ധു എന്ന നിലയിൽ, വാത്സല്യ സഹോദരൻ എന്ന നിലയിൽ എന്റെ പ്രിയ വാത്സല്യ അനുജൻ ടിജോ സോളമൻ സൈൻ ചെയ്തു. നിറ കണ്ണുകളോടെയാണ് സൈൻ ചെയ്തത്. ഡോക്ടർ നോ എന്ന് പറഞ്ഞാണ് എന്നെ സർജറിക്ക് കയറ്റുന്നത്. നോക്കാമെന്നല്ല, പ്രതീക്ഷയില്ലേ. സർജറി സ്റ്റാർട്ട് ചെയ്യുന്നു. 6 മണിക്കൂർ നീണ്ട സർജറി, ശക്തമായ പ്രാർത്ഥന, കരം കോർത്ത് പ്രാർത്ഥന. ഞാൻ ആരംഭത്തിൽ പറഞ്ഞില്ലേ, ഒരു ദൈവദാസൻ തൂത് പറഞ്ഞു, മരണം നിന്നെ വന്ന് തൂടും, പക്ഷെ അത് നിനക്ക് മരണം വന്നു പിടിക്കും, പക്ഷെ അത് നിന്നെ കൊണ്ട് പോവുകയല്ല. ഒരു റോയ് പാസ്റ്റർ തൂത് പറഞ്ഞിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് റോയ് പാസ്റ്ററെ വിളിച്ച് ദൈവദാസന്മാർ പറഞ്ഞത്, പാസ്റ്റർ നമ്മുടെ ടിജുവിനെ ഇനി നമുക്ക് കിട്ടൂല കേട്ടോ, അവന്റെ കാര്യത്തിന് തീരുമാനമായി. ആ ദൈവദാസൻ എന്നോട് പിന്നീട് പറഞ്ഞത്, മോനെ ഞാൻ ഇത് കേട്ടപ്പോൾ ആകെ തകർന്നു. പെട്ടെന്ന് വീടിന് രാത്രി 12 മണിക്ക് ശേഷമല്ലേ, പെട്ടെന്ന് വീടിന് വെളിയിലിറങ്ങി. കാരണം എന്നോടുള്ള ആ ഒരു സ്നേഹവും വാത്സല്യവും കാണുന്നു. പെട്ടെന്ന് വെളിയിലിറങ്ങി. പുള്ളി കർത്താവിനോട് തന്നെ ചോദിച്ചു, കർത്താവെ ദൂതറിയിച്ചത് അങ്ങല്ലേ, മരണം അവനെ കൊണ്ടുപോകുകയില്ലെന്ന്. പുള്ളി ശക്തമായി വിളിച്ചു പറഞ്ഞ ദൈവദാസന്മാരോട് പറഞ്ഞത്, അവൻ മരിക്കുകയല്ല. കാരണം ഒരു ഭക്തന് അറിയാം, ഒരു ദൈവവൈതലിന് അറിയാം, ഡിക്ലറേഷൻ അയച്ചത് തമ്പുരാന്, ദൂത് കൊടുത്തത് ദൈവദാസന്. ദൈവമല്ലേ ദൂത് കൊടുത്തത്, ദൈവമല്ലേ പറഞ്ഞത്, ദൈവാത്മാവല്ലേ പറഞ്ഞത്, മരണം നിന്നെ തൊടുകയില്ല. ദൈവദാസന്റെ അകതാരിൽ ഒരു ഉറപ്പ്, അവന് ഒരു ദോഷം ഉണ്ടാകുകയും. ദൈവദാസനത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിളിച്ചത്, ഒരു പ്രശ്നവും അവൻ ഉണ്ടാവുകയാണ്. ശക്തമായ പ്രാർത്ഥന, ശക്തമായ പ്രാർത്ഥന. സർജറി തലയോട്ടി ഈ ഭാഗമാണ് കട്ട് ചെയ്തത്. തലച്ചോറിലെ പഴുപ്പ് കംപ്ലീറ്റ് അവരെടുത്തു. ഇതിനുശേഷം ഡോക്ടർ വന്ന് പറഞ്ഞത്, പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ല, പ്രതീക്ഷിക്കാൻ പറ്റില്ല, അവനെ എനിക്ക് കിട്ടുകയില്ല. പക്ഷേ ദൈവദാസന്മാരുടെ ഉള്ളിൽ കണ്ണുനീരുണ്ട്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, കർത്താവ് വിടുവിക്കുന്നവനാണ്. ഇതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ക്രോമ ICUവിലേക്ക് കൊണ്ടുപോവുകയും, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ചെന്നാൽ അറിയാം, മോർച്ചറിക്ക് മുകളിലാണ് ക്രോമ ICU, വെന്റിലേറ്ററും എല്ലാം. കാരണം എന്നാന്നറിയും, ഞാന് തമാശ രൂപേണ പറയുമെങ്കിൽ തന്നെയും എന്താ പറയാ, മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നവരല്ലേ, എന്തെങ്കിലും ആവശ്യം വന്നാൽ ആ ഓടണ്ടായല്ലോ, കയറ്റാൻ എളുപ്പമാണ് ഫ്രീസറിലോട്ട്. പക്ഷേ അവിടേക്ക് കയറ്റാൻ തമ്പുരാൻ എന്നെ അനുവദിച്ചില്ല. കാരണം ദൈവം എനിക്കൊരു പ്രവചനം ദൈവദാസന്മാരിലൂടെ എന്നോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് നിവർത്തിക്കണ്ടേ. ദൈവം അറിയിച്ച പ്രവചനം നിവർത്തിക്കുക തന്നെ ചെയ്യും.
ദൈവിക പ്രവചനം നിവർത്തിക്കുന്നതിന് മുമ്പായിട്ട് ശത്രുവിനെ നമ്മളെ തകർക്കുവാൻ കഴിയുകയില്ലെന്ന് ഈ ലൈവിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഭാരപ്പെടേണ്ട. നിങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാൽ വിടുവിപ്പാൻ കഴിവുള്ള ദൈവം ഇന്നും കൂടെ. എന്നെ രണ്ടാമത് കൊണ്ടുപോകുന്ന രംഗം ഞാൻ ഒരു വീഡിയോ കാണിക്കാം. കണ്ടു. 2023 ജൂൺ മാസം ഈ സ്ഥിതിയിൽ കൊണ്ടുപോയ ഞാൻ ഇന്ന് 100% ആരോഗ്യമെന്ന് ഞാൻ പറയല്ല, അതിലുപരി. കാരണം ഇന്ന് ഭയങ്കര ആരോഗ്യം. എന്റേതായ കാര്യം മാത്രമല്ല, ഇന്ന് വെയിറ്റ് വരെ എടുക്കുവാൻ അന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ഒന്നും എടുക്കരുത്. എങ്കിൽ തന്നെ ഞാൻ എന്റേതായ എന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ വരെ ചെയ്യാൻ ദൈവം ബലം പകരും. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവം. വീഡിയോ കണ്ടാൽ ഇന്ന് ആരും വിശ്വസിക്കുകയില്ല. ഇന്ന് എന്നെ കണ്ടു കഴിഞ്ഞാൽ ആരും പറയുകയില്ല തലയോട്ടി ഇളകിയ ഒരു വ്യക്തിയാണ്. കാരണം മുടിയായി, അത്യാവശ്യം പഴയതിനെക്കാട്ടിൽ സൗന്ദര്യമായി. കാരണം ദൈവം ഒരുവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഹാഫ് പീരീഡ്. വാത്സല്യ ദൈവദാസന്മാർ എന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ പ്രാർത്ഥിച്ച ഒരു പദമുണ്ട്. എന്റെ വാത്സല്യ അപ്പാപ്പനുണ്ട്, ഒരു പീഡിഭാവം. ആ ദൈവദാസൻ പ്രാർത്ഥിച്ച സമയത്ത് പ്രാർത്ഥിച്ചാണ്, ഞങ്ങളുടെ കുഞ്ഞനെ എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയോ, അവൻ എങ്ങനായിരുന്നു അതേപോലെ കൊണ്ടുവരണം, അവനെ വേറൊരു നിലയിൽ ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന്. പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പ്രവർത്തിക്കാതിരിക്കാൻ പറ്റും. പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആരും ഭാരപ്പെടണം. ഇതിനുശേഷം ഡോക്ടർ പറഞ്ഞത് ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല. നിങ്ങൾക്ക് ചിലപ്പം ആദ്യം പറഞ്ഞത് 0.1% മാത്രം പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ 3-ാം ദിവസം ഞാൻ എന്റെ കണ്ണു തുറന്നു. ഡോക്ടർ പറഞ്ഞ പദം ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാളായിട്ട് കിട്ടും. പക്ഷേ ആളായിട്ട് കിട്ടും എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഞാന് സംസാരശേഷിയിലേക്ക് വരും. 3-ാം ദിവസം വൈകുന്നേരം മുതൽ സംസാരശേഷി. ഡോക്ടർ വന്ന് എന്നോട് ചോദിച്ചിരുന്ന ചോദ്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്തെങ്കിലും നടന്നത് വല്ലതും അറിഞ്ഞു വന്നു? ഒന്നും നടന്നിട്ടില്ല. കാരണം തലയോട്ടി ഇളക്കിയ തോന്നും ഞാൻ അറിഞ്ഞിട്ടേ. കാരണം ഞാൻ സുബോധത്തിൽ ഒരു ഓപ്പറേഷന് അറ്റൻഡ് ആയതല്ല, അബോധാവസ്ഥയിലാണ്. സുബോധമില്ലാതായിരുന്നു എന്നെ കൊണ്ടുപോകുന്നത്. വളരെയധികം ഭാരം അനുഭവിച്ചു. ഇതിനുശേഷം ഡോക്ടർ പറഞ്ഞത്, ആദ്യം പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്ക് ഒരാളായിട്ട് കിട്ടും. കാരണം കാണാനായിട്ട് ഒരാളായിട്ട് കിട്ടും. പക്ഷെ കാണാനായിട്ട് ഒരാളായിട്ട് കിട്ടും എന്ന് പറഞ്ഞെടുത്ത് ദൈവമക്കളെ ശക്തമായി പ്രാർത്ഥിക്കുകയായിരുന്നു. അവന്റെ മേലുള്ള ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ആ കർത്താസൻ എന്നോട് പറഞ്ഞത്, കർത്താവെ അവന്റെ മേലുള്ള പ്രവചനം നിവർത്തിക്കണം. അവന്റെ മേലിൽ പ്രവചനം കിടക്കുന്നിടത്തോളം കാലം അവനെ ശത്രുവിന്റെ ആധിപത്യം അവനിൽ മേൽ നടക്കരുതേ. ദൈവമക്കളുടെ ശക്തമായ പ്രാർത്ഥന. പ്രിയമുള്ള ദൈവമക്കളെ, 7-ാം ദിവസം ഞാൻ കണ്ണു തുറക്കുന്നത് ഓർമ്മയുള്ള ഒരാളായിട്ട്. ആദ്യം ഞാൻ കണ്ണു തുറന്നു, പ്രതികരിക്കാൻ തുടങ്ങി. എന്നാലും ഡോക്ടർമാര് പറഞ്ഞത് എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് പറയുന്നത്. ഞാനൊരു ഡോക്ടറോട് പറഞ്ഞെന്നാ പറയുന്നത്, എന്നെ കെട്ടിയിട്ടേക്കുമല്ലേ, എന്റെ കെട്ടഴിച്ചാൽ ഞാൻ പ്രൊമോഷൻ വാങ്ങിത്തരാം. കാരണം ഈ സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ കെട്ടിയിട്ടേക്കുമായിരുന്നോ? ഓപ്പറേഷൻ കഴിഞ്ഞ് അവര് കെട്ടിയിട്ടേക്കുവാണ്. കാരണം ഞാൻ കണ്ണു തുറന്ന്, കാരണം തലയോട്ടി ഇളക്കിയതല്ലേ, ഇവിടെ അനങ്ങിക്കൂടാൻ. ഞാൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് വേറൊരു രീതിയിലാണ്. ഞാൻ എന്താ പറയാ, ഒരു വല്ലാത്ത ഒരു സജ്ജീകരണത്തിനകത്താണ് ഞാൻ കിടക്കുന്നത്. ഇവിടെ എന്തോ ഒക്കെ ഉപകരണങ്ങൾ ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടിലാണ്. കണ്ണു തുറന്നപ്പോൾ കാണുന്നു
ഇതിനുശേഷം ഡോക്ടർ പറഞ്ഞത് നിങ്ങൾക്കൊരു മന്ദബുദ്ധിയായിട്ട് കിട്ടും. ആദ്യം 0.1%, ഇനി ആളിനെ കിട്ടില്ലെന്ന് പറഞ്ഞ ഡോക്ടർ രണ്ടാമത് സെക്കൻഡറി പറയുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ഒരാളായിട്ട് കിട്ടും. മൂന്നാമത് ഞാൻ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു മന്ദബുദ്ധിയായിട്ട് വന്നു. പക്ഷേ ദൈവമക്കളുടെ പ്രാർത്ഥന എങ്ങനായിരുന്നു അതേ രീതിയിൽ അവനെ ഇവിടെ കൊണ്ടുവന്നു. 7-ാം ദിവസം ഞാൻ കണ്ണു തുറക്കുന്നത് പൂർണ്ണ ഓർമ്മയുള്ള ആളായി. ചെറിയ പ്രായത്തിൽ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ അത് ഇന്നും എനിക്ക് ഓർമ്മയില്ല. കാരണം ദൈവം വിടുവിക്കുന്നത് ഹാഫ് പീരീഡ് ആയിട്ടല്ല, പൂർണ്ണമായ വിടുതൽ. കർത്താവ് ഒരുവനെ തൊട്ടാൽ അതിനൊരു ഇടക്കാല സമയമില്ല, പരിപൂർണ വിടുതലായിരിക്കും. മെഡിക്കൽ സയൻസ് പറയും ഇന്ന കാര്യങ്ങൾ ചെയ്തേ നിന്നെ വിടുതലിലേക്ക് നിനക്ക് ആ രോഗസൗഖ്യം കിട്ടുകയോ. പക്ഷെ തമ്പുരാൻ തൊട്ടാൽ അതിൽ പൂർണ്ണമായ ഒരു വിടുതലായി. ആ ഒരു വിടുതൽ ജീവിതത്തെ രുചിച്ചറിയുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം. യേശുവിന്റെ വിടുതൽ ഞാൻ കണ്ണു തുറന്നു പ്രതികരിച്ചു തുടങ്ങി. കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാനും ഇടപഴകുവാനും മറ്റ് സ്നേഹാന്വേഷണങ്ങളൊക്കെ മറ്റുള്ളവരോട് ചോദിക്കുവാനും അറിയുവാനും. കാരണം പുതിയ ഒരു ജീവിതത്തിൽ വന്നതുപോലെ ഇതിനു ശേഷമാണ് ദൈവശബ്ദം കേൾക്കുന്നത്. ദൈവാത്മാവ് ശക്തമായി എന്നോട് ഇടപെട്ടു. ആ ദൈവിക ഇടപെടലാണ് ഞാൻ ഇന്ന് ജോയ്സ് ടിവിയിൽ ഈ ഒരു സന്ദേശമായി നിൽക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. എന്തോ ദൈവിക ഇടപെടൽ എന്ന് പറഞ്ഞാല് ദൈവം എന്തോ സംസാരിച്ച് രാത്രിയിൽ ഞാൻ കേൾക്കുന്ന ഒരു ദൈവിക ശബ്ദം ഈ വയ്യാതെ കിടക്കുമ്പോഴാണോ? അതെ, ഓപ്പറേഷൻ കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോഴാണ് ഇനിയുള്ള ആയുസ് എനിക്ക് തരണം. ഞാൻ കർത്താവിനോട് 2-3 കാര്യങ്ങള് മനസ്സിൽ ദൈവദാസന്മാരുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം. ഞാൻ പിന്നെ കേൾക്കുന്ന ദൈവിക ശബ്ദം, മോനെ പല കാര്യങ്ങളും പലർക്കും ചെയ്യും, പക്ഷെ ചില സ്പെഷ്യലൈസ്ഡ് കാര്യങ്ങൾ ദൈവം ഏൽപ്പിക്കണമെങ്കിൽ ദൈവവുമായിട്ട് അഭേദ്യമായൊരു ബന്ധമുണ്ടാകും. വീണ്ടും ശക്തമായ രീതിയിൽ ഞാൻ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യും. അതായത് എന്നും കണ്ണീരാണ്. ഇനിയുള്ള ആയുസ് ഞാൻ എങ്ങനെ മുൻപോട്ട് നീക്കും എന്ന് ഞാൻ പല സമയത്ത് ചിന്തിച്ചു. ദൈവം എന്നോട് പറഞ്ഞത്, ഞാൻ കേട്ട ദൈവം എനിക്ക് തന്ന ഒരു ആലോചനയാണ്, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, രക്തബന്ധങ്ങളെക്കാൾ വലുതാണ് ആത്മീയ ബന്ധം. പാട്ടുകാരൻ, ഇന്ന് ഒരു യുവ ഗായകനുണ്ട്, എബി ബാബു മത്യു അതിനകത്ത്, അതോടൊപ്പം തന്നെ നിജോ, സ്റ്റെഫിൻ, അങ്ങനെ എന്ന് വേണ്ട എന്റെ ചർച്ചിൽ തന്നെ ഒരു സെക്രട്ടറി, ഒരു കൊച്ചു പയ്യനാണ്. പയ്യന്റെ പേര് സുജിൻ. എന്റെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ അവരെല്ലാവരും ഉണ്ടായിരുന്നു. എന്റെ വാത്സല്യ സഹോദരങ്ങൾ, എന്റെ അപ്പാപ്പന്മാര്, അതോടൊപ്പം തന്നെ എന്റെ രക്തബന്ധത്തിൽപ്പെട്ട സഹോദരന്മാര്, അവരെല്ലാവരും, അവരുടെ എല്ലാ ശുശ്രൂഷ, അവരെല്ലാവരും നല്ല രീതിയിൽ എന്നെ നോക്കി. ഡോക്ടർ പറഞ്ഞത് ഒരിക്കൽ പോലും റിക്കവറായി കിട്ടത്തില്ലെന്ന് പറഞ്ഞിടത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം എന്റെ ജീവനെ തിരികെ തന്നു. രണ്ടാമത് നടന്ന സർജറിയും മേജറായിരുന്നു. 2 സർജറിക്ക് ഞാൻ വിധേയനായി. നിലവിൽ ഞാൻ ഇപ്പം പറയും, ഒരു സർജറി കഴിഞ്ഞാൽ അടുത്ത സർജറിയിലേക്ക് കടക്കണമെങ്കിൽ ചില ടൈം, ഒരു പീരീഡ് കാണും. പക്ഷെ ഒരു 3 ആഴ്ചക്ക് ശേഷം എന്നെ സെക്കൻഡ് സർജറിയിലേക്ക് നീ ചെവിക്കകത്തൊരു ദശ വളർന്നുണ്ടെന്ന് പറഞ്ഞു. ദശ കട്ട് ചെയ്യണം. ഈ ചെവിയുടെ ഈ ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. സെക്കൻഡ് സർജറി. ഈ സർജറിക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയത്തും ഞാൻ ആരോഗ്യവാനായിട്ടാണ് പോകുന്നത്, സന്തോഷവാനായിട്ടാണ് പോകുന്നത്. ആ സമയത്തും വളരെ വിഷമകരമായ അനുഭവത്തിലേക്ക് കടന്നുപോയി. കാരണം ചെവിയിൽ നിന്ന് തലച്ചോറിലേക്ക്, മെഡിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അറിയാം, ചെവിയിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പ് 2 അസ്ഥിയുടെ കവറിങ്ങിൽ ഈ അസ്ഥി ദ്രവിച്ചു. ഡോക്ടർ പറഞ്ഞു ഈ അസ്ഥി കട്ടാവാൻ സാധ്യതയുണ്ട്, മുഖം ഒരു സൈഡിലേക്ക് കോടിപ്പോകാൻ സാധ്യതയുണ്ട്, പല കാര്യങ്ങൾ അവർ പറയുന്നു. പക്ഷേ ഇത് അസ്ഥിയില്ലാത്ത ഞരമ്പായിട്ട് ഇവിടെ നിൽക്കുന്നു. സൃഷ്ടിപ്പിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും. എനിക്കിന്ന് ഒരു കുഴപ്പമില്ല.
സർജറി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. 1 വർഷം തികയുന്നു. ഒരു കുഴപ്പമില്ല. വേണമെങ്കിൽ ഞാൻ തുള്ളിച്ചാടാം. വെറുതെ തുള്ളിച്ചാടുകയില്ല. ഇനി തുള്ളിച്ചാടുന്നെങ്കിൽ പാട്ടുപാടി ദൈവത്തെ സത്യസന്ധമായിട്ട് ആരാധിച്ച് തുള്ളിച്ചാടും, നൃത്തം ചെയ്യും. കാരണം ഞാനിന്ന് മെഡിക്കൽ സയൻസ് ആദ്യം പറഞ്ഞതുപോലെ ഒരാളായിട്ട് കിടക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. സുബോധമില്ലാതെ നടക്കേണ്ട വ്യക്തിയായിരുന്നു. പക്ഷെ എനിക്ക് സുബോധം തന്നതും ആളായിട്ട് എന്നെ കിടത്താതെ 100% ആരോഗ്യവാനാക്കി കൊണ്ടുവന്നത് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കാം. ആ ദൈവത്തെ ഞാൻ ആരാധിക്കും. ആരൊക്കെ അടിച്ചമർത്താൻ നോക്കിയാലും ഇന്ന് എന്താ പറയാ, ഒത്തിരി സന്തോഷം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക്, എൻ്റെ നാട്ടിൽ പോലും ഞാൻ വളരെയധികം സന്തോഷവാനാണ്. എൻ്റെ നാട്ടിലുള്ളവർ എന്നെ നന്നായി സ്നേഹിക്കുന്നു. എൻ്റെ സഹപ്രവർത്തകര്, എൻ്റെ സുഹൃത്തുക്കള് എല്ലാവരും ഇന്ന് ഞാൻ കണ്ണിലൂടെയാണ്. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ആരോടും ഞാൻ സുവിശേഷം പറയാൻ ഇന്ന് സന്നദ്ധനാണ്. കാരണം ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. മറ്റൊരുത്തനിൽ രക്ഷയില്ല. രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു മാർഗം, യേശുക്രിസ്തുവിന്റെ മാർഗം. അത് ഉച്ചൈസ്വരം വിളിച്ചു പറയുന്നതിൽ ഞാൻ സന്തോഷവാനാണ്. കിട്ടുന്ന എല്ലാ വേദികളിലും ഞാൻ വിളിച്ചു പറയുക തന്നെ ചെയ്യും. കാരണം ഈ യൗവന രക്തം, ഞാൻ വാത്സല്യ എന്നെ കേൾക്കുന്ന യുവാക്കളോട് ഞാനൊരു കാര്യം പറയും. ആരോഗ്യത്തിൽ പ്രശംസിക്കരുത്. ആരോഗ്യം തന്ന ദൈവത്തെ എന്നൊന്നും, ആ ദൈവത്തെ വിളിച്ചുകൊണ്ട് നിന്റെ ജീവിതം മുന്നോട്ട് നീങ്ങിയാൽ നിന്റെ ആപത്ഘട്ടങ്ങളിൽ ദൈവം കൂടെ കാണും. പ്രാർത്ഥിപ്പാൻ കൂടെ നിന്ന് സംഘടന കാണുകയല്ല. സാമ്പത്തികമായി സഹായിക്കാനോ മറ്റ് ഭൗതിക സഹായങ്ങളും സേവനങ്ങളും ചെയ്യാൻ സംഘടനകൾ കൂടെ കാണും. പ്രാർത്ഥിക്കാൻ ദൈവമക്കളും ദൈവമേ കാണും. അതുകൊണ്ട് ആയുസ് ദൈവത്തിന് വേണ്ടി കൊടുക്കണം. എന്തിനാ ലജ്ജിക്കുന്നത്? ഞാൻ പ്രിയ വാത്സല്യ യുവാക്കളോട് ഒരു കാര്യം പറയും. വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ആരോഗ്യം എന്താണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ കാര്യം പറയും. എൻ്റെ പ്രാഥമിക കൃത്യങ്ങൾക്ക് 2-3 സഹോദരങ്ങൾ ചേർന്ന് പിടിച്ചാണ് കൊണ്ടുപോയത്. ചില യുവാക്കൾ പറയുന്നുണ്ട്, ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ചെറുത്ത് നിൽപ്പ്. എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങ് ചെറുത്തങ്ങ് നിൽപ്പാ. എന്തും കഴിയുമല്ലേ? ഞാനൊരു കാര്യം, ആരും മറ്റൊന്നും ചിന്തിക്കില്ല, തുറന്നങ്ങ് പറയാം. 2 പ്രാവശ്യം ലൂസ് മോഷൻ അടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നിന്റെ ആരോഗ്യം. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്ക്. ഒരു കാര്യവും കൂടെ പറയാ, കറക്റ്റായ രീതിയിൽ നിന്റെ കൃത്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ നടത്തുന്ന ദൈവത്തെ സ്തുതിക്ക്. അഹങ്കരിച്ചാൽ ഏത് വലിയവനും എത്ര മസിൽ പവർ ഉണ്ടെന്ന് പറഞ്ഞാലും ജിമ്മിന് പോയി ബോഡിയൊക്കെ എത്ര പൊരിപ്പിച്ച ഏത് വലിയ ഇനി ഗുസ്തിക്കാരനാന്ന് പറഞ്ഞാലും, ഇനി ഗുസ്തിക്ക് കയറുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ലൂസ് മോഷൻ അടിച്ചാൽ അവൻ താഴെ വീഴും. ഏത് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് നേടിയ. അതുകൊണ്ട് ദൈവത്തെ അറിയും. യേശു വലിയവൻ, അത്ഭുതം ചെയ്യുന്നു. 2ാമത്തെ സർജറിക്ക് ശേഷം ഡോക്ടർ വളരെയധികം ഭാരപ്പെട്ടു, മെഡിക്കൽ സയൻസ്. കാരണം വേറൊരു സ്ഥിതിയിലേക്ക് പോയി. പക്ഷെ ശക്തമായ പ്രാർത്ഥന, ദൈവം അത്ഭുതം ചെയ്യും. 1 മാസവും 9 ദിവസവും എൻ്റെ സഭ, എൻ്റെ ചർച്ച്, എൻ്റെ വീട്, എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കൾ എല്ലാവരും എടുത്തൊരു തീരുമാനമുണ്ട്. ജിജു ഡിസ്ചാർജ് ആയി വീട്ടിൽ വരുന്നവരെ ഈ പ്രാർത്ഥന മുഴുവൻ രാവും പകലും ശക്തമായി എൻ്റെ സഭയിലെ പാസ്റ്റർ ലൂക്കോസ് പാസ്റ്റർ, അതോടൊപ്പം തന്നെ ഒരു മൈക്കൽ പാസ്റ്റർ, മത്തായി പാസ്റ്റർ, ഇവരെല്ലാം സഭയിലെ വിശ്വാസികൾ എല്ലാവരും കരം കോർത്തു. ദൈവമക്കൾ എല്ലാവരും കരം കോർത്തു. എൻ്റെ വാത്സല്യ അപ്പാപ്പന്മാർ ജോസഫ് ഡാനിയൽ പാസ്റ്റർ, അതോടൊപ്പം തന്നെ മമ്മിയുടെ സഹോദരങ്ങൾ എല്ലാവരും കരം കോർത്തു. നമ്മൾ കരം കോർത്ത 2-3 പേർ ഇവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഉണ്ട്. നമ്മൾ കൂടി പ്രാർത്ഥിച്ചാൽ
നമ്മൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, ഐക്കമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയെ. ശക്തമായി പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എല്ലാ വേദികളിലും എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന് അദൃശ്യശക്തിക്ക് അറിയാം. അതുകൊണ്ട് അദൃശ്യശക്തി ചെയ്യുന്ന കാര്യം എന്നാണ്, പ്രാർത്ഥിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിപ്പാനായിട്ട് നമ്മുടെ ജീവിതം സമർപ്പിക്കുക. നാം അറിയാത്ത മേഖലകളിൽ, നാം അറിയാത്ത മണ്ഡലങ്ങളിൽ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരകനായി യേശുവിന്റെ കരം താണിറങ്ങി തന്നെ. ഒരിക്കൽ പോലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. എന്റെ വീട് ഒത്തിരി ഭാരപ്പെട്ടു, ഒരിക്കൽ പോലും എന്റെ മകനെ കെട്ടുകയില്ലെന്ന് എന്റെ വാത്സല്യ മാതാവും പിതാവും ചിന്തിച്ചത്. എന്റെ സഹോദരൻ ഇങ്ങനെ ഒരു ജ്യേഷ്ഠനെ കെട്ടുകയില്ല എന്ന് ചിന്തിച്ചു. എന്റെ വൈഫ് ഇങ്ങനെ ഒരു ഹസ്ബൻഡ് എനിക്ക് തിരികെ കിട്ടുകയില്ല എന്ന് ലഭിച്ചെടുത്തു. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്നെ തിരികെ കൊടുത്തു. എന്നെ നോക്കിയ ഡോക്ടേഴ്സ് പറഞ്ഞൊരു പദമുണ്ട്, ടിജു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് അഭിമാനം, ഞങ്ങളുടെ സർവീസിന് അഭിമാനം, അവനൊരു പുനർജന്മം. ഞാൻ ഇതിനു ശേഷം എന്റെ കുഞ്ഞിനെ കാണിക്കാൻ നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, മോനെ എന്നെ ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല, രണ്ടാമത് സർജറി കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, നിന്നുപോയ പൾസും നിന്നുപോയ തുടുപ്പും തിരികെ തരാൻ മെഡിക്കൽ സയൻസിൽ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല. അത് ഈശ്വരന് മാത്രമേ തരുവാൻ കഴിയൂ. ആ ഈശ്വരനെയാണ് ജോയ്സ് ടിവിയിലൂടെ ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു വിടുതൽ തരുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ മതിയായ ദൈവം യേശു ക്രിസ്തു. നാം അവസാനിച്ചു എന്ന് നാം കരുതുന്ന ഇടത്ത് നിന്നാകാം ചില ദൈവീക പദ്ധതികളും ചില ദൈവീക വാഗ്ദത്തങ്ങളുടെയും തുടക്കം. അതല്ലേ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. മനുഷ്യൻ പിന്നിലാക്കിയവനെ ദൈവം മുന്നിൽ കൊണ്ടു. ഒരിക്കൽ പോലും ഭാരപ്പെടേണ്ട ആവശ്യം. മനസ്സിലെ സഹോദരങ്ങളെ, നാം എല്ലാവരും തള്ളപ്പെട്ട അവസ്ഥയാണ്. നിരാശയുടെ പടുകുഴിയിലാണോ നിങ്ങൾ? ഭാരപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങളെ കരുതുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ മതിയായ ദൈവം. നമ്മളെ കളിയാക്കുവാൻ 10 പേര് കാണും, കുറ്റം പറയുവാൻ 10 പേര് കാണും, നിന്ദിക്കുവാൻ 10 പേര് കാണും. നമ്മൾ ചെയ്യുന്നതിനെല്ലാം ഓപ്പോസിറ്റീവായി നെഗറ്റീവ് കമന്റ് പറയുവാൻ 10 പേര് കാണും. എങ്കിലും ഭാരപ്പെടേണ്ട, ഉയർത്തുവാൻ ഒരുവൻ മാത്രം മതി, യേശു കർത്താവ്. തളർത്താൻ എത്ര പേര് നിന്നോട്ടെ, ഉയർത്താൻ ഒരേ ഒരു ദൈവം മതി. മുന്നിൽ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രിയ ദൈവവേദലെ പതറരുത്. പിന്നിൽ താങ്ങുന്ന ഒരു കരമായി നമ്മുടെ ദൈവം കൂടെയുണ്ട്. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ലെന്ന് പറയുന്നല്ല. മുന്നിൽ പ്രതികൂലം വന്നിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട, താങ്ങുന്ന ഒരു കരമായി നമ്മുടെ ദൈവത്തിന്റെ കരം മറകാലം. നിന്ദിക്കപ്പെട്ട അതേ സ്ഥാനത്ത് നിന്ന് സർവശക്തനായ ദൈവം നിന്നെ ഉയർത്തും. ആ ഉയർച്ച എങ്ങനെയാണെന്നറിയാം? നാം നനച്ചതിന് ചിന്തിച്ചത് അത്യന്തപരമായി, നാം പ്രതീക്ഷിച്ചതുപോലെയല്ല, നാം ചിന്തിക്കുന്നത് പോലെയല്ല ദൈവീക പദ്ധതി നടക്കും. എന്റെ മേലുള്ള ഒരു പ്രവചനമുണ്ടായിരുന്നു. അനേക വേദികളിൽ ദൈവീക സന്ദേശം അറിയും. നീ ഒരു സാക്ഷിയായി നിലകൊള്ളും. പക്ഷെ ഈ സാക്ഷ്യം ഈ ഒരു രീതിയിൽ എത്തുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഒരുപാട് പല ചാനലുകളിലും എന്റെ ടെസ്റ്റിമണി ഞാൻ അറിയിച്ചിട്ടുണ്ട്. അനേകർ കേൾക്കും. ഒരു കൺവെൻഷന് കൂടിപ്പോയാൽ 1000 പേര്, 2000 നമ്പേഴ്സ്. പക്ഷെ അനേകർ കൂടുന്ന ഒരു ക്രൂസൈഡ്, സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഒരു വലിയ ക്രൂസൈഡാണ്, വലിയൊരു ക്രൂസൈഡാണ്. പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പലര് ഒരുമിച്ച് കൂടുന്ന ഒരു സംഗമം. നമ്മുടെ ഈ ജോയ്സ് ടിവി ദൈവം ആ ഒരു രീതി ശക്തമായി ഉപയോഗിക്കുന്നത്. മത്സല്യ ദൈവദാസിയെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഇന്ന് പലരും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ആണ്ടിക്ക് വേണമെങ്കിൽ മറ്റ് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് ഒരു റീച്ച് ഉണ്ടാക്കാം, മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാം. പക്ഷേ ഈ ഒരു ആത്മീയ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നത് ഒരിക്കലും വൃഥാവല്ല.
അനേകർ യേശുവിനെ ഇടയെ കാണുന്നതിന്, ഈ കർത്താവിനെ രുചിച്ചറിയുന്നതിന് കാരണമായി തീരും. കാരണം ഇന്നത്തെ എൻ്റെ ഈ ഒരു സന്ദേശം അനേകർക്ക് പ്രയോജനം ആയിത്തീരുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. എൻ്റെ ഈ ടെസ്റ്റിമണി അനേക കുടുംബങ്ങൾക്ക്, രോഗത്താൽ ഭാരപ്പെടുന്നവർ, മറ്റുള്ളവരാൽ ഒരിക്കപ്പോലും ജീവിതത്തിൽ ഞാൻ ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരികയില്ല എന്ന് ചിന്തിക്കുന്ന ഇടത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു ഉയർച്ച തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സർവശക്തനായ ആ ദൈവത്തിന്റെ പാദാന്തികെ നാം താണിരും. നാം അറിഞ്ഞ ദൈവം, നാം വിളിച്ച ദൈവം വിളി കേൾക്കാത്ത ദൈവമല്ല. ഹല്ലേലൂയ. ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം. ഹല്ലേലൂയ. നാം ദൈവ സന്നിധിയിൽ വന്നത്, നാം ദൈവത്തെ ആരാധിക്കുന്നത്, ഹല്ലേലൂയ, നാം ദൈവിക സന്ദേശങ്ങളും ദൈവിക ആലോചനകളും ദിനപ്രതി കേൾക്കുന്നില്ലേ? അത് ഏറ്റെടുക്കും. ദൈവദാസന്മാർ അറിയിക്കുന്ന ആലോചനയ്ക്ക് നിവർത്തി ഉണ്ടെന്ന്. പ്രതികൂലത്തിന്റെ നടുവിലായിരിക്കുന്നെങ്കിലും ദൈവം തന്ന ആലോചന നിവർത്തിക്കുക തന്നെ ചെയ്യും. തള്ളപ്പെട്ടതിനെ ദൈവം മുൻസ്ഥാനത്ത് കൊണ്ടുവന്നു. ഒരു സമയത്ത് ബൈബിൾ അറിയാവുന്ന ദൈവമക്കൾക്കറിയാം ദാവീദിന്റെ അനുഭവം. തള്ളപ്പെട്ട അവസ്ഥയായിരുന്നു. തള്ളപ്പെട്ട ദാവീദിനെ സിംഹാസനത്തിലെത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്ന സമയത്ത് നാം ദൈവത്തെ വിളിച്ചപ്പോൾ ദൈവം പരിഹാരകനായി കൂടെ നിന്നില്ലേ? ഇന്നിന്റെ കാലഘട്ടത്തിൽ നാം അനുഭവിക്കുന്ന വേദനകൾക്ക് മറുപടി തരുവാൻ അന്ന് നടത്തിയ ദൈവത്തിന് ഇന്നും കഴിയും. ഹല്ലേലൂയ. ദൈവം വലിയവനായ ദൈവം, ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവം. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. യേശുവിന്റെ കരം, ഹല്ലേലൂയ, ജീവിതങ്ങളിലുമേൽ, ഹല്ലേലൂയ, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലുമേൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയും. 34-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം ഒരു പ്രാവശ്യങ്ങൾ ഞാൻ ഉരുവിടാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും പാടും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ. എനിക്ക് വിടുതൽ തന്ന, എനിക്ക് ഉയർച്ച തന്ന, എനിക്ക് നന്മ തന്ന, എനിക്കൊരു പുനർജന്മം തന്ന ആ ദൈവത്തെ എനിക്ക് ജീവനുള്ള കാലത്തോളം ഏത് പ്രതികൂല കാലാവസ്ഥ വന്നാലും ഞാൻ ദൈവത്തെ ഉയർത്തുക തന്നെ ചെയ്യും. കാരണം എനിക്ക് ഉയർച്ച തന്നത്, എനിക്കൊരു വിടുതൽ തന്നത് ഞാൻ മിണ്ടാതിരിപ്പാനല്ല, ആ ദൈവീക നാമം മറ്റുള്ളവരോട് അറിയിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം. ദൈവം എന്തോ ആഗ്രഹിക്കുന്നു, ദൈവിക പദ്ധതി പ്രകാരം മുന്നോട്ട് നീങ്ങുവാൻ ദൈവം എന്നെ സഹായിക്കേണ്ടതിനായി എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കും. ഒരു പ്രാവശ്യം കൂടെ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് അറിയിക്കാം. മരിച്ച് 4 നാളായി നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് ലാസറിനെ ഉയർപ്പിച്ച യേശു ഇന്നും ജീവിക്കും. ഫസ്റ്റ് ഈ ഒരു കണ്ടന്റ് മരുവിൽ മന്ന എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹം വന്ന് വീട്ടിൽ വന്ന് എന്റെ ടെസ്റ്റിമണി ഷൂട്ട് ചെയ്തപ്പോൾ കണ്ടന്റ് ടൈറ്റിലായിട്ട് കൊടുത്തതാണ് മരിച്ച് 4 നാളായ ലാസറിനെ ഉയർപ്പിച്ച യേശു ഇന്നും ജീവിക്കും. ആ യേശു നിങ്ങളെ വിടുവിപ്പാൻ സർവശക്തിയുള്ള ദൈവം, സർവശക്തനായ ദൈവമാണ്. ക്രിസ്ത്യൻ ലൈവ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ എന്റെ ടെസ്റ്റിമണിക്ക് ടൈറ്റിൽ കൊടുത്തത് ദൈവത്തിന്റെ കരം, അത്ഭുതകരം എന്ന ഈ സാക്ഷ്യം പറയും. വിടുവെക്കുന്ന ദൈവം ആരെന്ന് ഈ സാക്ഷ്യം പറയും. അത്രത്തോളം അത്ഭുതകരമായ ഒരു ദൈവിക പ്രവൃത്തി എന്മേലുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രേസ് TV, റെനി എടപറമ്പിൽ, ദൈവദാസൻ, ഇവരെല്ലാം ഒന്ന് വീട്ടിൽ വന്ന് എന്റെ ടെസ്റ്റിമണി ഷൂട്ട് ചെയ്യാനിടയാണ്. യേശു വിടുവെക്കുന്നു, അത്ഭുതം ചെയ്യുന്നവനെന്ന് ജീവിതത്തെ രുചിച്ചറിയുവാൻ കർത്താവ് ഭാഗ്യത്തു. ഒരു നിമിഷം മാന്യ പ്രേക്ഷകരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും ഒരു നിമിഷം ഹല്ലേലൂയ, തലമുറകൾ, ഹല്ലേലൂയ, തലമുറകൾ വഴിവഴച്ച ജീവിതത്തിലേക്ക് കടന്നുപോയി തലമുറകളുടെ ജീവിതം കണ്ട് നിരാശയിലായിരിക്കുന്ന പ്രിയ വാത്സല്യ മാതാവ്, വാത്സല്യ പിതാവ്, നിങ്ങൾ ഭാരപ്പെടേണ്ട. വിടുവെക്കുന്ന ദൈവം ഉണ്ട്. കടഭാരം കൊണ്ട് ഭാരപ്പെടുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, മാന്യ പ്രേക്ഷകരെ, ഭാരപ്പെടേണ്ട. പരിഹാരം തരുവാൻ യേശു മതിയായവൻ. രോഗത്താൽ ഭാരം അനുഭവിക്കുകയാണ്, മറ്റുള്ളവരിൽ നിന്നുള്ള നിന്ദകളാൽ ഭാരം അനുഭവിക്കുകയാണ്. നിങ്ങൾ തളരേണ്ടുന്ന ആവശ്യമില്ല. യേശു വിടുവെക്കുന്നവർ, അത്ഭുതം ചെയ്യുന്നവർ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒരു നിമിഷം ഓർക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായ കർത്താവേ, എന്റെ ടെസ്റ്റ് മണി പ്രസ്താവിപ്പാൻ ദൈവം ഇടയാക്കി തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്തു. ദൈവമേ, ലാസറിനെ ഉയർപ്പിച്ചത് 1% മാത്രം ആയുസ് പറഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്ന എനിക്ക് ഒരു പുനർജന്മം തന്ന ദൈവം കർത്താവേ, പ്രിയ കർത്താവേ, എന്നെ ശ്രവിക്കുന്ന ദൈവമക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ, കർത്താവ് പ്രേക്ഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരെ ദൈവം വിടുവിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവിക പ്രവൃത്തി ദൈവം അയക്കുന്നതിനായി സ്തോത്രം. എന്തു തന്നെ ഭാരമേറിയ പ്രശ്നമായാൽ അതിന്റെ നടുവിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ള ദൈവം ഇന്നും ജീവിക്കുന്നത് എന്റെ സാക്ഷ്യത്തിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുവാൻ ദൈവം ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകം ഞങ്ങളുടെ ജോയ്സ് ടിവിക്കായി സ്തോത്രം ചെയ്യുന്നു. അത് കണ്ടക്ട് ചെയ്യുന്ന വാത്സല്യ ദേവദാസിക്കായി സ്തോത്രം. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. അനേകർ ഈ ചാനൽ മുഖേന ക്രിസ്തുവിനെ അറിയുവാൻ ദൈവം ഇടയാക്കി തരുന്ന കൃപയ്ക്കായി സ്തോത്രം. അനേകരുടെ അനുഗ്രഹത്തിന്, അനേകരുടെ നന്മയ്ക്കും കാരണമാക്കി ദൈവം അത്ഭുതം ചെയ്യും. നന്മകളെ കണ്ടു നിറയ്ക്കും. പ്രാർത്ഥന കേൾക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇത്രയും സമയം എന്നെ ശ്രവിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന ക്രിസ്തേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേക എന്നെയും എന്റെ കുടുംബത്തെയും എനിക്ക് ദാനം തന്ന പൈതൽ 4.5 വയസ്സ് LKG പഠിക്കുന്നു, അലീന ചിച്ചു. പ്രിയ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്റെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഭൗതികമായ ചില പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടേണ്ട എല്ലാ ദൈവം കൂടെ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ആമേൻ. ആമേൻ, ആമേൻ. ബ്രദറെ, കർത്താവ് സഹായിക്കട്ടെ. പിന്നെയും കർത്താവ് ഉപയോഗിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അനേകരെ നേടിയെടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം.